ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും മതം വിട്ടവരുടെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദിനം പ്രതി മതത്തിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമ്പോൾ, എക്സ്പെഷ്യലി സമാധാന മതത്തിലേക്ക്, അതിന്റെ 10 ഇരട്ടിയെങ്കിലും മതം ഉപേക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പല ആൾക്കാരും നമ്മൾ നോക്കുമ്പോൾ പല പ്രലോഭനങ്ങൾക്ക് വഴങ്ങി തോന്നിയതുപോലെ ജീവിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ എന്തെങ്കിലും തിക്ത അനുഭവങ്ങൾ മുമ്പുണ്ടായതിന്റെ പേരിലൊക്കെയാണ് യുക്തിവാദത്തിലേക്ക് പലരും പോകുന്നത് എന്ന് മതവിശ്വാസികൾ പരക്കെ പറയാറുണ്ട്. ശരിക്ക് എനിക്കറിയുന്ന മതം വിട്ട ആയിരക്കണക്കിന് ആൾക്കാർ വളരെ അഭ്യസ്ത വിദ്യരാണ്, വിവരമുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, പൊതുബോധമുള്ളവരാണ്, സമൂഹത്തിൽ പല മേഖലകളിലും ഉന്നത ശ്രേണിയിൽ വിഹരിച്ചവരാണ്. ഏത് കാര്യം ചോദിച്ചാലും വ്യക്തമായി തെളിവോടുകൂടി ഉത്തരം പറയാൻ സാധിക്കുന്നവരാണ്. അത് നമുക്കറിയാം. ഉമ്മർ മാഷെ പോലെയുള്ള ആൾക്കാർ, ഉമ്മർ മാഷ് വെട്ടിക്കാട്ടിൽ അറബി ഒരു അധ്യായം മാഷെ ഖുർആൻ പോലെ ഒരു ചാപ്റ്റർ, ഏത് ചാപ്റ്റർ പോലെയാണ് ജാമിദ ടീച്ചർക്ക് വേണ്ടത്? അല്ല, ഇന്ന ചാപ്റ്റർ എഴുതിക്കോ. അത്രമാത്രം പാണ്ഡിത്യമുള്ള ആൾക്കാർ ഇവര് പറയും ഖുർആൻ പോലെ ഒരു അധ്യായം കൊണ്ടുവരാൻ അള്ളാഹു ഇതാ വെല്ലുവിളിക്കുന്നു. ആരോടാണ് വെല്ലുവിളിച്ചത്? അന്നത്തെ കാലഘട്ടത്തിൽ ഇമ്രുൽ ഖൈസിനെ പോലെ അറബി സാഹിത്യത്തിന്റെ ഉത്തുംഗതയിൽ വിരാജിച്ചിരുന്ന ആൾക്കാരോടായിരുന്നു ഖുർആനിന്റെ വെല്ലുവിളി. ഖുർആൻ പോലെ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ, പിന്നീട് 10 വചനമെങ്കിലും കൊണ്ടുവരാൻ ഖുർആൻ വെല്ലുവിളിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഖുർആനിന്റെ ഈ വെല്ലുവിളി ഏതെങ്കിലും ഒരു യുക്തിവാദി ഏറ്റെടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ, അള്ളാഹുവിനൊരു ലെവല് വേണ്ടേ? ആരുടെ മുമ്പിലാണ് ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ ജഡ്ജിന് വേണ്ടി കൊണ്ടുപോകുന്നത്? ജഡ്ജ്മെന്റിന് വേണ്ടി ഏത് ജഡ്ജിനെയാണ് ആശ്രയിക്കേണ്ടത്? കാരണം യുക്തിവാദികൾ എന്തായാലും അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. മതവിശ്വാസികളെയോ ഒരു യുക്തിവാദിയെയോ എന്തായാലും ഇതിന്റെ ജഡ്ജിങ് പാനലിൽ ഉണ്ടാക്കാൻ പാടില്ല. അവർക്കതിന് സാധ്യവുമല്ലല്ലോ. കാരണം നിഷ്പക്ഷമതികളായിരിക്കണം. നിഷ്പക്ഷത എന്ന് പറയുന്നത് കാപട്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കറ്റൻട്രി ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നവരായിരിക്കണമല്ലോ. അപ്പോൾ ഖുർആൻ പോലെ അധ്യായം തന്നെ കൊണ്ടുവരാൻ സാധിച്ചു. പല ആൾക്കാർക്കും നെറ്റ് സെർച്ച് ചെയ്താൽ സാധിക്കും. ധാരാളം ഖുർആൻ അധ്യായങ്ങൾ പലരും കൊണ്ടുവന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഇന്നും കിടക്കുന്നുമുണ്ട്. അപ്പോൾ അതിന് മറുപടി പറയാൻ ഇവരെ കൊണ്ട് സാധ്യമല്ല. അതുപോലെ തന്നെ ഇവർക്ക് തന്നെ വിനയാകുന്ന ചില കാര്യങ്ങളിൽ പെട്ടതാണ് തോന്നിയതുപോലെ ജീവിക്കാനാണ് യുക്തിവാദം സ്വീകരിക്കുന്നത്. അതുപോലെ സിംഹവാലൻ കുരങ്ങനെ പോലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ചില ആൾക്കാരല്ലാതെ യുക്തിവാദത്തിലുണ്ടോ? ആ യുക്തിവാദിയെ ഈ യുക്തിവാദി അംഗീകരിക്കുന്നുണ്ടോ? മറ്റേ യുക്തിവാദി അംഗീകരിക്കുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ. ഇനി ഒന്ന് ചോദിച്ചോട്ടെ, മതവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും പരസ്പരം അംഗീകരിക്കുന്നവരാണോ? അവർ പറയുന്ന ആശയങ്ങൾ നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുന്നവരാണോ? സുന്നി പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് പിടിക്കില്ല, ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് മുജാഹിദിന് പിടിക്കില്ല, മുജാഹിദ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കും സുന്നിക്കും പിടിക്കില്ല. പിന്നെ ഷിയ വിഭാഗമുണ്ട്, തബ്ലീഗുകാരുണ്ട്, കാദിയാനികളുണ്ട്. വ്യത്യസ്തമായ ആശയങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. എന്നിട്ട് അവര് പറയും ഞങ്ങളാണ് ഇസ്ലാമിലേക്ക് നേരിട്ട് വന്നവർ, ഞങ്ങളാണ് സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർ, ഞങ്ങൾക്ക് ഇതാ സ്വർഗത്തിന്റെ റിസർവേഷൻ കിട്ടിയ ടീമാണെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോ എനിക്ക് ആദ്യമായി ആശയത്തിനൊരു വ്യത്യാസം വന്നപ്പോൾ ഞാൻ എൻ്റെ മൂത്ത സിസ്റ്ററെ വിളിച്ചു. എൻ്റെ മൂത്ത സിസ്റ്റർ ഖുർആൻ പഠിച്ച് അഫ്സലുൽ ഉലമ എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണ്, അധ്യാപികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇത്തായെ വിളിച്ചു. വല്യാത്ത എന്നാണ് വിളിക്കുക, വലിയ ഇത്ത, ചെറിയ ഇത്ത, അങ്ങനെ. അപ്പൊ ഞാൻ എൻ്റെ വല്യാത്തായെ വിളിച്ചു. ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഏയ് നീ ആവശ്യമില്ലാത്തതിലേക്കൊന്നും പോകരുത് എന്നോട് പറഞ്ഞു. കാര്യങ്ങൾ നന്നായി പഠിച്ചു വേണം. അപ്പോൾ ഞാൻ ആയിഷയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് എന്റെ ഇഫ്താക്കൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഞങ്ങള് എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സഹോദരത്തിന്റെ, ഒന്നുകിൽ എന്റെ അല്ലെങ്കിൽ എന്റെ അണ്ണന്റെ, എന്റെ ഇത്താടെ, ഞങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കുടുംബ സംഗമം കൂടാറുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും മക്കളും കുട്ടിയും ഒക്കെ ആയിട്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും പഴയ കാര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച് അന്ന് ആ വീട്ടിലായിരിക്കും ഞങ്ങളുടെ കുടുംബക്കാരുടെ എല്ലാവരുടെയും ഭക്ഷണം, രാവിലത്തെയും ഉച്ചത്തേയും രാത്രിയുള്ളത് അവർക്ക് കൊടുത്തുവിടും. അങ്ങനെയായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സിസ്റ്ററിന്റെ വീട്ടിൽ, വേറൊരു സിസ്റ്ററിന്റെ വീട്ടിലായിരുന്നു കുടുംബ സംഗമം ഉണ്ടായിരുന്നത്. അന്നിങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സിസ്റ്റർ പെട്ടെന്ന് അപ്സെറ്റ് ആയി. കാരണം ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്, ഖുർആനിലെ ചില വാചകങ്ങളാണ് ഞാൻ കാണിച്ചത്. എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ പിന്നീട് എന്നോട് എൻ്റെ സിസ്റ്റർ സംസാരിച്ചിട്ടേയില്ല.
അതിനുശേഷം പിന്നീട് എൻ്റെ ആശയത്തിന് വ്യത്യാസം വന്നു. അപ്പോഴേക്ക് ഏതാണ്ട് പകുതി യുക്തിവാദി ആയിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. കാരണം ഖുർആനെയും ഹദീസിനെയും ഒക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് യുക്തിവാദത്തിന്റെ പടിവാതിൽ എത്തിക്കഴിഞ്ഞു. ആദ്യം ഹദീസിനെയാണ് നിഷേധിച്ചത്, ഖുർആനെ നിഷേധിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം, അതായത് ഞങ്ങളുടെ ആ കുടുംബ സംഗമം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഫോൺ ചെയ്തു. അപ്പൊ പറഞ്ഞു, മുർത്തദ്ദുകളോട് സംസാരിക്കാൻ പാടില്ല. മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവർ. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരോട് സംസാരിക്കാൻ പാടില്ല. അന്ന് സംസാരം നിർത്തിയതാണ്. ഏതാണ്ട് 5ഓളം വർഷമാകാൻ പോകുന്നു. ഇതുവരേക്കും സംസാരിച്ചിട്ടേ ഇല്ല. എനിക്കവരോട് സംസാരിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇന്നുമില്ല. അന്ന് എങ്ങനെയാണോ ഞാനുള്ളത് അതേ സ്നേഹവും സഹകരണവും സന്തോഷവും അവരുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ഇപ്പോഴും എനിക്കുണ്ട്. പക്ഷേ എന്റെ ആശയം ഇതാണ്. ഖുർആനും ഹദീസും ഒക്കെ വിമർശിക്കുന്നുണ്ട്. വിമർശിക്കാനുള്ള കാരണം ഇതിന് വ്യക്തമായ ഉത്തരം ലഭിച്ചാൽ ഞാൻ നിൽക്കുന്ന പാത ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ ഞാനത് മാറാനും തയ്യാറാണ്. മറിച്ച് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണോ ഇതിനുള്ള മറുപടി? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉത്തരമില്ലാത്തവന്റെ ആയുധമല്ലേ അധിക്ഷേപം, വ്യക്തിഹത്യ. അപ്പോൾ ഇത് മനസ്സിലാക്കി ധാരാളം ആൾക്കാർ യുക്തിവാദത്തിലേക്ക് വീണ്ടും 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 വരാൻ കാരണമാകും. എന്നെ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചിരുന്നു. ടീച്ചറെ, ഉമ്മ ഫോൺ തന്നാൽ ഉടനെ ഞാൻ ടീച്ചറിന്റെ യൂട്യൂബ് വീഡിയോസ് ആണ് കാണാറുള്ളത്. കണ്ട് ഞാൻ ഓരോ പോയിന്റുകളും ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചാപ്പ വന്നപ്പോഴേക്ക് കൊച്ചാപ്പയോട് ചോദിച്ചപ്പോൾ കൊച്ചാപ്പ ശരിയാണല്ലോ, അങ്ങനെ ഖുർആനിലുണ്ടോ? അപ്പോൾ തന്നെ ഞാനും കൊച്ചാപ്പയും കൂടി ഖുർആൻ ഇങ്ങനെ തുറന്നു നോക്കി. അങ്ങനെ ആ കുട്ടി എന്നെ നിരന്തരം വിളിക്കാറുണ്ട്. അപ്പം തുറന്നു നോക്കി. അപ്പോഴാണ് ശരിയാണല്ലോ, ഒന്നും വേണ്ട. അപ്പോൾ ജാമിദായ്ക്ക് പലരും മറുപടികൾ പറയുന്നുണ്ട്. ദയവായി എൻ്റെ എളിയ റിക്വസ്റ്റ്, നിങ്ങൾ അതൊന്ന് കാണണം. അതിൽ ജാമിദ പറഞ്ഞ ഖുർആൻ വാചകം ഇവർ പരാമർശിക്കുന്നില്ല, ഹദീസ് പരാമർശിക്കുന്നില്ല, ജാമിദ പറഞ്ഞ വിഷയം പരാമർശിക്കുന്നില്ല. മറിച്ച് ഇവർ പറയുന്നത് എന്താണ്? ജാമിദയുടെ വാപ്പ, ജാമിദയുടെ ഉമ്മ, ജാമിദയുടെ മക്കൾ, ജാമിദയുടെ ഭർത്താവ്. ഇത് പറയുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എനിക്ക് ഏതാണ്ട് 5 വർഷത്തോളം പരിചയമുള്ള ഒരു വളരെ വിനയാന്വിതനും എന്നാൽ അതിലേറെ വിവേകിയുമായ ഹമീദ് പ്രൊഫസറാണ്. ഹമീദ് നെച്ചൂളി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ് അറിയപ്പെടുക, ഫറൂഖുകാരനാണ്. അപ്പൊ ഞങ്ങള് ഒരു ഗെറ്റ് ടുഗദർ ആണെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ അതിന് ഒരുമിച്ച് ഉണ്ടായിരുന്നു. അല്ല, ചേകനൂർ അനുസ്മരണമാണ്. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അന്ന് എനിക്ക് കുറേ യുക്തിയുഗം മാസികയും ഒക്കെ കൊണ്ട് തന്ന് സംസാരിച്ച് നമ്പറൊക്കെ തന്നിട്ട് പോയി. അപ്പോ അദ്ദേഹം ഒരു വളരെ ക്വൈറ്റ് ആൻഡ് കാം ആയിട്ടാണ് പലപ്പോഴും മറുപടി പറയുക. ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ഖുർആനിലെ എന്തോ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഇപ്പോഴും പഠിക്കേണ്ട കാര്യമുണ്ടോ കുട്ടി? എന്നോട് ചോദിച്ചതാ വളരെ നിസ്സാരമായിട്ട്. ഇതിനെക്കാട്ടി നിനക്ക് പഠിക്കാൻ പറ്റി എന്തെല്ലാം കിടക്കുന്നു പുസ്തകങ്ങൾ. ഒരു ബാലരമ അമർചിത്ര കഥ എടുത്ത് വായിക്ക്. ഇതിനേക്കാളേറെ സന്ദേശങ്ങൾ നിനക്ക് അതിൽ നിന്ന് ലഭിക്കും. പഴയ കാലത്തെ പത്രങ്ങൾ എടുത്ത് വായിക്ക്. അതിൽ നിന്ന് ധാരാളം അറിവ് ലഭിക്കും. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി കണ്ട സ്വപ്നങ്ങളും യൂസഫ് നബി കണ്ട സ്വപ്നങ്ങളും യൂസഫ് നബിയുടെ അനുഭവങ്ങളും എന്തിനാണ് ഇതൊക്കെ വായിച്ച് സമയം പോക്കുന്നത് എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യനെയാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഇന്റർവ്യൂവിന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഹമീദ് സർ, സ്വാഗതം പറയാം ആദ്യമായിട്ട് സാറിന്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഇങ്ങനെ ഒരു സമയം മാറ്റിവെച്ചതിന് അദ്ദേഹത്തിന് ആദ്യമായി നന്ദി പറയുന്നു. സാധാരണ നമ്മൾ ലാസ്റ്റ് ആണല്ലോ നന്ദി പറയുക, ചിലപ്പോൾ അങ്ങനെ വിട്ടുപോയാലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയാം. ആദ്യമായി അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരും. ഹമീദ് സർ, പ്ലീസ് വെൽക്കം. നമസ്കാരം ടീച്ചർ. എൻ്റെ പേര് അബ്ദുൽ ഹമീദ് നെച്ചോളി എന്നാണ്. ഫേസ്ബുക്കിൽ ഹമീദ് നെച്ചോളി എന്ന് കാണാം. കോഴിക്കോട് ജില്ലയിൽ ഫാറൂഖ് കോളേജിനടുത്താണ് താമസം. 1967 ഞാൻ MA പാസ്സായി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. വിഷയം അറബി ഭാഷയും സാഹിത്യവും. അതേ കൊല്ലം ജൂലൈ മാസത്തിൽ ഫാറൂഖ് കോളേജിൽ ലെക്ചററായി നിയമിതനായി. 1.5 വർഷം അവിടെ കഴിഞ്ഞു. അപ്പോഴേക്കും എനിക്ക് സർക്കാർ സർവീസിൽ സെലക്ഷൻ കിട്ടി. ആദ്യ നിയമനം തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ
ലെക്ചററായിട്ടായിരുന്നു. 5 കൊല്ലത്തിന് ശേഷം പ്രൊഫസറായി പ്രൊമോഷൻ ലഭിച്ചു. മഹാരാജാസ് കോളേജിൽ, അതായത് എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ അറബി വകുപ്പ് മേധാവിയായി 5 കൊല്ലം സേവനമനുഷ്ഠിച്ചു. അതുപോലെ കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അറബി വകുപ്പ് മേധാവിയായിട്ട് 6 വർഷം സേവനമനുഷ്ഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പല ജില്ലകളിലായി സർക്കാർ കോളേജുകളിൽ 5 സർക്കാർ കോളേജുകളിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഞാൻ പ്രിൻസിപ്പലായി ജോലി ചെയ്തിട്ടുണ്ട്. അവസാനം കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ആയി പ്രൊമോഷൻ ലഭിച്ചു. ആ തസ്തികയിൽ നിന്നാണ് ഞാൻ വിരമിക്കുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് യുക്തിചിന്താരംഗത്ത് പ്രവർത്തിക്കാനും സ്വതന്ത്ര ചിന്തകരുമായിട്ട് ഇടപഴകാനും സാധിച്ചത്. ഏതാണ്ട് ഒരു 4 കൊല്ലക്കാലം യുക്തിയുഗം മാസികയുടെ പ്രിൻ്ററും പബ്ലിഷറും മാനേജറുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ മാസിക നിന്നുപോയി. ഞാൻ ചില പഠനങ്ങളും ചിന്തയുമായി വിശ്രമജീവിതം നയിക്കുന്നു. ഹമീദ് സർ, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഒരു യുക്തിവാദിയാണ്. താങ്കൾ മനസ്സിലാക്കിയ, ജനിച്ച, വളർന്ന, പഠിച്ച, പരിശീലിച്ച താങ്കളുടെ ഭാര്യയും മക്കളും സഹോദരങ്ങളും മാതാപിതാക്കളും ഒക്കെ ജനിക്കുകയും വളരുകയും വിശ്വസിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ മതം താങ്കൾ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ്? യുക്തിവാദം സ്വീകരിക്കുക എന്ന പ്രയോഗത്തേക്കാൾ നല്ലത് വിശ്വാസം നഷ്ടപ്പെടുക അല്ലെങ്കിൽ അവിശ്വാസിയാവുക എന്നതായിരിക്കും. ഞാൻ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൂർണ്ണ വിശ്വാസി ആയതായിട്ട് ഓർക്കുന്നില്ല. കാരണം ചെറുപ്പത്തിലെ വിശ്വാസകാര്യങ്ങളെപ്പറ്റി പല സംശയങ്ങളും ഉണ്ടായിരുന്നു. അള്ളാഹു സർവശക്തനാണെങ്കിൽ എന്തിന് കുറേ ആളുകളെ വിശ്വാസമില്ലാത്തവരാക്കണം, എന്നിട്ട് അവരെ നരകത്തിലിടണം? അതുപോലെ എന്തുകൊണ്ട് മുഹമ്മദിനെ അവസാന പ്രവാചകനാക്കി കളഞ്ഞു? ഇപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ, മുസ്ലിങ്ങളുടെ ഇടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സംശയങ്ങളും ഉണ്ടല്ലോ. അതൊക്കെ നികത്താൻ വേണ്ടി ഇനിയും പ്രവാചകന്മാരെ അയക്കാൻ പറ്റില്ലായിരുന്നുവോ? ഇങ്ങനെയുള്ള പല ചെറുതും വലുതുമായ പല സംശയങ്ങളും എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. ഞാനൊരു പൂർണ്ണ വിശ്വാസിയായിരുന്നില്ല. അതുപോലെ നമസ്കാരം, നോമ്പ് എന്നെ ശല്യം പിടിച്ച ആചാരങ്ങൾ, അതിനോടും വെറുപ്പായിരുന്നു. ഒരു പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു 4-5 മാസം ജമാഅത്തെ ഇസ്ലാമിയുടെ അബുൽ മൗദൂദി എഴുതിയ കുത്തുബാത്ത്, ഇസ്ലാം മതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിക്കാനിടയായി. വളരെ വിഷമയമായ ഒരു വളരെ ആകർഷണ ശൈലിയിലുള്ള ഗ്രന്ഥങ്ങളായതുകൊണ്ട് എന്തോ എനിക്കൊരു ആവേശം ഉണ്ടായിരുന്നു. കുറച്ച് മാസങ്ങളിൽ വിശ്വാസമല്ല, ഒരു ആവേശം ഉണ്ടായി. അത് ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ പിതാവ് മുജാഹിദായിരുന്നു. മുജാഹിദ് എന്ന് പറഞ്ഞാൽ അന്ന് ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളുടെ ഇടയിലും
ഞങ്ങളുടെ ഗ്രാമത്തിൽ ആകെ 4-5 മുജാഹിദുകൾ. അപ്പോൾ ഇന്ന് മുർത്തദ്ദുകളായ അല്ല യുക്തിവാദികളായ മുസ്ലിങ്ങൾ അവരുടെ നിലയായിരുന്നു അന്ന് ഒരു വഹാബി അല്ലെങ്കിൽ മുജാഹിദിൻ്റെ നില. ഒറ്റപ്പെട്ടവൻ, നിസ്സഹായനാവൻ, എല്ലാവരും വെറുക്കപ്പെട്ടവൻ, എങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിൽക്കാലത്ത് ഇസ്ലാമിക വിശ്വാസാദർശങ്ങളെ വിമർശിച്ച് സമൂഹത്തിൽ ഒരു വ്യത്യസ്തനായി നടക്കുന്നതിൽ, അതുപോലെ മറ്റുള്ളവരുടെ ശത്രുതയോ വെറുപ്പിനോ പാത്രമാകുന്നതിൽ എനിക്ക് വലിയ വിഷമം തോന്നിയില്ല. മാത്രമല്ല, എൻ്റെ പിതാവ് മുജാഹിദുകൾ സുന്നികളുടെ പല ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വിമർശിക്കുന്നത് കേട്ടു. അങ്ങനെ ആ രീതിയിൽ കൂടുതൽ ചിന്തിക്കാനിടയായി. ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് ചിന്തിച്ചു. സുന്നികളുടെ വിശ്വാസാചാരങ്ങൾ മാത്രമല്ല, മൊത്തത്തിൽ മുസ്ലിങ്ങളുടെ ഇസ്ലാം മതത്തിലെ വിശ്വാസങ്ങളെയും സംശയിക്കാനും അതേപ്പറ്റി വിമർശന വിദ്യ ചിന്തിക്കാനും ഇടയായി. അങ്ങനെ ഒരു ഗുണം എനിക്ക്, അല്ലെങ്കിൽ ഒരു കഴിവ് എനിക്ക് കിട്ടിയത് എൻ്റെ പിതാവിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ആ രീതിയിൽ മറ്റാരോടും പറയാതെ, എൻ്റെ സംശയങ്ങളൊന്നും അധികം ഞാൻ ആരോടും വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ആദ്യത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ അത് സപ്രസ് ചെയ്യുമായിരുന്നു. കാരണം സംശയം തോന്നിയാൽ തന്നെ കാഫറായി പോകും. അതുകൊണ്ട് സംശയം തോന്നാൻ പാടില്ല. സംശയം തോന്നിയാൽ ഉടനെ അത് സപ്രസ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു വിചാരമായിരുന്നു അന്ന്. അങ്ങനെയാണ് ഞാൻ BA ഡിഗ്രി പഠനത്തിന് വേണ്ടി ഫാറൂഖ് കോളേജിൽ ചേരുന്നത്. എൻ്റെ ടീൻസ് ഏജിൻ്റെ അവസാനം 17, 17, 18, 19 വയസ്സ്. അക്കാലത്ത് കോളേജ് ലൈബ്രറിയിൽ നിന്ന് ചില ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാനിടയായി. അമുസ്ലിങ്ങളായ പ്രത്യേകിച്ചും പാശ്ചാത്യ പണ്ഡിതന്മാരെഴുതിയത്. അപ്പോൾ അതിൽ പക്ഷപാതരഹിതമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ എൻ്റെ സംശയങ്ങളും എൻ്റെ ധാരണകളുമൊക്കെ ഏതാണ്ട് ശരിയാണ് എന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. അത് കഴിഞ്ഞാണ് ഞാൻ BA കഴിഞ്ഞു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ MAക്ക് പഠിക്കാൻ പോയി. അപ്പോൾ പോകുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയെപ്പറ്റി നല്ല മതിപ്പായിരുന്നു, നല്ല പ്രതീക്ഷകളായിരുന്നു. കാരണം എന്തായാലും ഒരു ഇസ്ലാമിക സമൂഹം അവരുടെ നീതിബോധം, ന്യായം, സ്നേഹം, കരുണ, പരസ്പര ധാരണ ഇതൊക്കെ ശരിക്കും നടമാടുന്ന സ്ഥലമായിരിക്കും അവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. അവിടെ ചെന്ന് ആദ്യമായിട്ട് നേരിട്ടത് അവിടുത്തെ റാഗിംഗ് ആണ്. ഇതെന്താണ്, ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ, മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും വൃത്തികെട്ട റാഗിങ്ങോ? ജൂനിയർ വിദ്യാർത്ഥികളെ ശല്യപ്പെടുത്തി അവരെ ദ്രോഹിക്കുന്ന തരത്തിൽ. അങ്ങനെ അവിടെ തബ്ലീഗ് ജമാഅത്തുകാരുണ്ട്. ഇടയ്ക്കിടെ വന്നിട്ട് മുറിയിൽ വന്ന് ഇവരുടെ പഠന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും നിസ്കരിക്കണം, നോമ്പ് വയ്ക്കണം എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കാനും നടക്കുന്ന ഒരു വിഭാഗം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ റാഗിങ് ഉണ്ടല്ലോ അതൊന്ന് നിർത്താൻ എന്താ ശ്രമിക്കാത്തത്? നിങ്ങൾ ആളുകളെ ഉപദേശിച്ച് നന്നാക്കാൻ നടക്കുകയാണല്ലോ. അപ്പോഴേക്ക് എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നത്? ഇത് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ട്രഡീഷൻ അല്ലേ, അതിനെ എതിർക്കാൻ പാടുണ്ടോ? പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. പിന്നീട് അവിടെ ഉള്ള ചില അനുഭവങ്ങൾ പറയുകയാണ്. ഞാൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പ് കാരണമാണ് ഉപരിപഠനത്തിന് പോകാൻ തന്നെ കാരണം. അത് മാത്രമായിരുന്നു എൻ്റെ ഏക അവലംബം.
പക്ഷേ ഇത് ഡൽഹിയിൽ നിന്ന് അനുവദിച്ച് യൂണിവേഴ്സിറ്റിയിൽ ഈ ഫണ്ട് എത്തണമെങ്കിൽ പലപ്പോഴും വളരെ താമസം എടുത്തിരുന്നു. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന ഇതൊന്ന് വേഗത്തിൽ കിട്ടാൻ വേണ്ടിയുള്ള കറസ്പോണ്ടൻസ് നടത്തണം, സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള 1-2 ക്ലാർക്കുമാരും അക്കൗണ്ടൻസ് ആദ്യം തന്നെ ചോദിക്കാം, നിങ്ങൾ എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ഉറുദു നല്ല ഭാഷയല്ലേ, ഇസ്ലാമിൻ്റെ ഭാഷയല്ലേ, നിങ്ങൾ പിന്നെ ഉറുദു പഠിക്കാതെ എങ്ങനെ മുസ്ലിമായി എന്ന് ഇപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിച്ചതിനുള്ള ദേഷ്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞ കാര്യമൊന്നും നടന്നതുമില്ല. അവർ പഴയ പോലെ തന്നെ അശ്രദ്ധരായി. എനിക്ക് എപ്പോഴെങ്കിലും സ്കോളർഷിപ്പ് ഫണ്ട് വരും, ഫണ്ട് രജിസ്ട്രാർ ഓഫീസിൽ വന്നാൽ തന്നെ എന്നെ അറിയിക്കാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിച്ചാൽ ഇഷ്ടമുണ്ടെങ്കിൽ എത്തിയതായിട്ട് പറയുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ ഹോസ്റ്റൽ മാറിയപ്പോൾ എൻ്റെ അക്കൗണ്ട്സ് എല്ലാം പുതിയ ഹോസ്റ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, എന്നാലേ എനിക്ക് ബാക്കിയുള്ള പണം കിട്ടുള്ളൂ, ഹോസ്റ്റൽ ഡ്യൂസ് കഴിഞ്ഞിട്ടുള്ള. അത് എത്ര ആയിട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഞാൻ പഴയ ഹോസ്റ്റലിലെ പ്രൊവോസ്റ്റ് ഓഫീസിലെ ക്ലാർക്കിനെ കണ്ടു, അക്കൗണ്ടൻറ്റിനെ കണ്ടു, രക്ഷയില്ല. അവസാനം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കൈമടക്കിയാലോ ഒന്ന് ശരിയാക്കി തരണം. ഞാനങ്ങനെ അദ്ദേഹത്തിന് ഒരു ദിവസം രഹസ്യമായി കണ്ടു, 50 രൂപ കൊടുത്തു. അപ്പോൾ എന്നെ കണ്ടാൽ തന്നെ ദയനീയ അവസ്ഥയിലുള്ള ഒരു പാവം വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹമാണെങ്കിൽ വലിയ നീണ്ട താടിയും തൊപ്പിയും നീണ്ട ശർവാണിയും, ഭയങ്കര ഭക്തനാണ്. ബാങ്ക് കേട്ടാൽ ഉടനെ എന്ത് ജോലിയാണെങ്കിലും ഉപേക്ഷിച്ച് പള്ളിയിൽ പോയി എല്ലാ നിസ്കാരവും സുന്നത്ത് നിസ്കാരവും ദുആയൊക്കെ കഴിഞ്ഞാൽ വരുള്ളൂ. അപ്പം ഇത്രയും വലിയൊരു ഭക്തൻ എൻ്റെ കാശ് വാങ്ങാൻ തയ്യാറാണല്ലോ എന്ന് അത്ഭുതപ്പെട്ടു. എന്നാലും ഞാൻ അങ്ങനെ വിളിച്ച് 50 രൂപ കൊടുത്തപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി, അതേസമയം ഒരു അത്ഭുതത്തോടുകൂടി, ടൂ ലെസ് ആൻ എമൗണ്ട്. വളരെ ചെറിയ സംഖ്യ ആയിപ്പോയിന്ന് ഉള്ള പരാതിയാണ് അയാൾ പറഞ്ഞത്. അന്നത്തെ 50 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് 1000-1500 രൂപക്ക് തുല്യമാണെന്ന് ഓർക്കണം. അത്രയും രൂപക്ക് വില ഉണ്ടായിരുന്ന കാലമാണ്. ഇതൊക്കെ ആയിരുന്നു എനിക്ക് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ചില അനുഭവങ്ങൾ. അങ്ങനെ അത് കഴിഞ്ഞു മറ്റ് ചില നല്ല അനുഭവങ്ങൾ പറയാമിനി. അവിടെ നമ്മളുടെ ഷൊർണൂർക്കാരനോ ഒറിജിനൽ മഞ്ചേരിക്കാരനാണെന്ന് തോന്നുന്നു, ഒരു ഇസ്ഹാഖ് സാഹിബ് ഉണ്ടായിരുന്നു, മുഹമ്മദ് ഇസ്ഹാഖ്. അദ്ദേഹമായിരുന്നു യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ, മലയാളിയായിരുന്നു. അദ്ദേഹമായി പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്മാവതി അമ്മ, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം തോന്നി. അദ്ദേഹം എന്നെ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ സഹായിച്ചു. വൈസ് ചാൻസലറുടെ അടുത്ത് കുറച്ച് സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്കോളർഷിപ്പ് വേഗത്തിൽ കിട്ടാനുള്ള വഴികളൊക്കെ നോക്കി. പിന്നെ അഥവാ സ്കോളർഷിപ്പ് സംഖ്യ താമസിക്കുകയാണെങ്കിൽ അതിൻ്റെ ഈടിൽ എനിക്ക് വൈസ് ചാൻസലേഴ്സ് ഫണ്ടിൽ നിന്ന് ലോൺ തരാമെന്നും തീരുമാനിച്ചു. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ അറബി വകുപ്പിൽ കുറേ അധ്യാപകർ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ, അവർ ഒന്നും വിശ്വാസികളായിരുന്നില്ല. ഭൂരിഭാഗം ആളുകളും വിശ്വാസികളായിരുന്നില്ല. അപ്പോൾ അവരുടെ സാന്നിധ്യം, അവരുടെ വിദ്യാർത്ഥിയാവുക എന്നുള്ളത് വളരെ സന്തോഷം തന്നു. ഞാൻ കൂടുതൽ
പഠിക്കാനും ചിന്തിക്കാനും തുടങ്ങി. അതുപോലെ വകുപ്പ് മേധാവി ഡോക്ടർ അബ്ദുൽ അലീം, അദ്ദേഹം വളരെ സഹകരണം കാണിച്ചു. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ തീസിസിൻ്റെ ടോപ്പിക്ക് ഈജാസുൽ ഖുർആൻ, ഇനിമിറ്റബിലിറ്റി ഓഫ് ദി ഖുർആൻ എന്ന വിഷയം തന്നെയായിരുന്നു. ഇതാണ് അലിഗറിലുണ്ടായ അനുഭവങ്ങൾ. പിന്നീട് ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം, അവിടെ ഞാൻ പഠിക്കുന്ന കാലത്ത് കേരളത്തിൽ നിന്ന് ഒരു പ്രഗത്ഭ പണ്ഡിതൻ, വളരെ ബുദ്ധിമാനും വളരെയധികം പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതൻ വന്നു. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി, പേര് ഞാൻ പറയുന്നില്ല. ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയായിരുന്നു വന്നത്. ഞങ്ങൾ ഒന്നിച്ച് ഒരു ഹോസ്റ്റലിലായിരുന്നു. 2-3 ആഴ്ച ഒന്നിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഞാനുമായിട്ടെല്ലാം തുറന്ന് സംസാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം വലിയ ഒരു യുക്തിവാദി, ഒട്ടും മതവിശ്വാസം ഇല്ലാത്ത ആളാണ്. നിസ്കാരവും ആരാധനകളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. എല്ലാം ഞാനും തുറന്നു പറഞ്ഞു. അത് കഴിഞ്ഞു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കേരളത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പല ഇസ്ലാമിക ഗ്രൂപ്പുകളിലും ചേർന്ന് പ്രവർത്തിക്കുന്നു. ഈ മുസ്ലിം നേതാക്കന്മാർ, പണ്ഡിതന്മാരുമായിട്ട് വളരെ സൗഹൃദത്തിലാണ്. വലിയൊരു ഭക്തനായി അഭിനയിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള സാമർഥ്യമാണ് അദ്ദേഹം കാണിച്ചത്. ഒരിക്കൽ ഗവൺമെൻറ് സർവീസിലുള്ള 2 അറബി പ്രൊഫസർമാരൊന്ന് ഞാനും വേറെ ഒരു എറണാകുളത്തെ ഒരു പ്രൊഫസറുണ്ട്. ഇവരെ പറ്റി കുറേ മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ വെച്ച് വളരെ വിമർശിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതും കേട്ടു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തോട് വ്യക്തിപരമായി ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമീദേ, ഈ മൗലവിമാരൊക്കെ കള്ളന്മാരാണ്. അവർ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ കൂടെയാണ് നടക്കുന്നത്. ഇങ്ങനെയൊക്കെ അഭിനയിച്ചാൽ മാത്രമേ പലതും നടക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇംഗർസോൾ പറഞ്ഞത്, RG ഇംഗർസോൾ, മതമാണ് ഏറ്റവും അധികം കപടന്മാരെ ഉണ്ടാക്കുന്നത് എന്ന കാര്യം. അതുപോലെ 10-11 നൂറ്റാണ്ടുകളിൽ ജീവിച്ച സിറിയൻ തത്വചിന്തകനും കവിയുമായിരുന്ന അബുൽ അലാ ഉൽ മഅരിയുടെ വാക്കുകളും എനിക്ക് ഓർമ്മ വന്നു ഇദ്ദേഹത്തിൻ്റെ കാര്യം ഓർത്തപ്പോൾ. ഇന്നമാ ഹാദിഹിൽ മദാഇബു അസ്ബാബുൻ ലിജദിബി ദുനിയാ ഇല റുഅസായി. ഈ മതങ്ങളെല്ലാം നേതാക്കന്മാർക്ക് ലോകത്തെ വലിച്ചെടുക്കാനുള്ള, അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് ജനങ്ങളെ പാട്ടിലാക്കാനുള്ള ചില തന്ത്രങ്ങൾ മാത്രമാണ് എന്നാണ് അബുൽ അലാ മൗദൂദി പറഞ്ഞത്. അത് തികച്ചും ശരിയാണെന്ന് ബോധ്യമായി. ഇത്രയുമാണ് എൻ്റെ ഈ അവിശ്വാസവുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില പ്രധാന പോയിന്റുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ അക്കൗണ്ടൻ്റ്, കൈക്കൂലി വാങ്ങിയ അക്കൗണ്ടൻറ്റിൻ്റെ കാര്യം പറഞ്ഞ വലിയ ഭക്തനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭക്തന്മാരെല്ലാം മോശക്കാരാണ് എന്ന് സൂചിപ്പിക്കുകയല്ല. ഒരുപാട് വിശ്വാസികൾ, ഭക്തിയും ആരാധനയൊക്കെ ഉള്ള ആളുകൾ, നല്ല മാതൃകാപരമായ പെരുമാറ്റവും സ്വഭാവവും ഉള്ളവരുണ്ട്. അതുപോലെ നേരെ തിരിച്ചുണ്ട്, യുക്തിവാദികൾ, മോശം സ്വഭാവക്കാരുണ്ട്. അത് വേറെ കാര്യം. എന്നാലും ഈ നമ്മളുടെ സ്വഭാവവും നീതിബോധവും മര്യാദയും എല്ലാം ഉണ്ടാവുന്നത് മതത്തിൽ നിന്നല്ല, അല്ലെങ്കിൽ ഭക്തി കൊണ്ടോ വിശ്വാസം കൊണ്ടോ അല്ല എന്ന് മനസ്സിലാക്കണം.
അത് പല വ്യക്തികൾക്കും ഈ ഒരു പക്ഷേ അവരുടെ കുടുംബ പാരമ്പര്യമായിട്ടോ ജന്മനാ സിദ്ധിക്കുന്നതോ അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹത്തിൽ ജീവിച്ച് സുഹൃത്തുക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും വീട്ടിൽ നിന്നുമെല്ലാം ആർജിക്കുന്നതോ ആയ ഒരു കാര്യമാണ് സൽസ്വഭാവവും നീതിബോധവും ധാർമ്മികതയുമെല്ലാം. ആ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പിന്നെ ഞാൻ ഒരു ഇസ്ഹാഖ് സാഹിബിനെ, മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബിൻ്റെ കാര്യം പറഞ്ഞുവല്ലോ. അദ്ദേഹം മഞ്ചേരിക്കാരൻ എന്ന് പറഞ്ഞ മഞ്ചേരി ആനക്കയം സ്വദേശിയാണ്. അദ്ദേഹം സെയ്ദ് മുഹമ്മദ് ആനക്കയത്തിൻ്റെ ഭാര്യ സഹോദരനാണ് എന്ന് മനസ്സിലായി. അദ്ദേഹം പിന്നീട് ഷൊർണൂർ കുളപ്പുള്ളി എന്ന സ്ഥലത്ത് സ്ഥിരതാമസാക്കിയിരുന്നു. ആ വീട്ടിൽ ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. ഇത്രയും കാര്യം കൂടെ അതിനെപ്പറ്റി ഉണർത്താൻ ഉദ്ദേശിക്കുന്നു. ഹമീദ് സാറ് യുക്തിവാദി സംഘത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ഏതാണ്ട് യുക്തിവാദ പ്രചരണത്തിന് വേണ്ടി ധാരാളം സമയം മാറ്റിവെക്കുകയും ജീവിതം തന്നെ അതിനുവേണ്ടി ഒഴിഞ്ഞുവെക്കുകയും ചെയ്ത ഒരു മഹാമനസ്കനായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് തീർത്ത് നമുക്ക് പറയാൻ സാധിക്കും. കാരണം മനുഷ്യന്റെ മുമ്പിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, അങ്ങനെ യാതൊരു വിവേചനവുമില്ല. അവന്റെ മുമ്പിൽ ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ: എന്റെയും കണ്ണുനീർ, അവന്റെയും കണ്ണുനീർ. എന്റെ കൈമുറിഞ്ഞാലും വരുന്നത് ചോര, അവന്റെ കൈമുറിഞ്ഞാലും വരുന്നത് ചോര. അവന്റെ വികാരങ്ങളും എന്റെ വികാരങ്ങളും, സങ്കടമാകട്ടെ, സന്താപമാകട്ടെ, വിരഹമാകട്ടെ, വേദനയാകട്ടെ, സന്തോഷമാകട്ടെ, ചിരിയാകട്ടെ, കരച്ചിലാകട്ടെ, എല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. എന്നിരിക്കെ ഞാൻ എന്തിനാണ് മനുഷ്യനോട് വിവേചനം കാണിക്കുന്നത് എന്ന രൂപത്തിലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. യുക്തിവാദത്തിന്റെ ധാരാളം പ്ലാറ്റ്ഫോമുകളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന പ്രാസംഗികൻ കൂടിയാണ് അദ്ദേഹം. ഒരു യുക്തിയുഗം എന്ന് പറയുന്ന ഒരു മാസികയൊക്കെ ദീർഘകാലം അദ്ദേഹം തന്നെയാണ് നോക്കിയിരുന്നതും നടത്തിയിരുന്നതും ഒക്കെ. അത്തരത്തിൽ ഒരു മത നിരാസ പ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഒരു മത നിരാസകനായി ജീവിക്കുമ്പോൾ, ഒരു മത നിരാസ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ, താങ്കളുടെ കുടുംബം, താങ്കളുടെ സമൂഹം, സഹപ്രവർത്തകർ ഒക്കെ താങ്കളോട് ഏത് നിലയിലാണ് പ്രവർത്തിക്കുന്നത്, സഹകരിക്കുന്നത്? ഞാൻ അലിഗർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്താണ് എൻ്റെ ആശയങ്ങളും വിശ്വാസമില്ലായ്മയൊക്കെ പബ്ലിക്കാക്കിയത്. അവിടെ പ്രത്യേകിച്ച് മലയാളികളായ കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവരിൽ ചിലർ ഈ വിവരം നാട്ടിലും വീട്ടിലുമെല്ലാം പരത്തി. അങ്ങനെ ഞാൻ അലിഗറിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ എൻ്റെ ഫാദറിനും മദറിനും എല്ലാം ഇതറിയാം. അവരിങ്ങനെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. 1-2 ദിവസം കഴിഞ്ഞ് നാം നിസ്കരിക്കുന്നതൊന്നും കാണാത്തത് കൊണ്ട് അവർക്ക് വിഷമം തോന്നി. ഫാദർ അധികം ഒന്നും പറയില്ല. ഉമ്മ അടുത്ത് വന്നിട്ട് ആകെ പൊട്ടിക്കരഞ്ഞു. എൻ്റെ മകൻ നരകത്തിലായി പോകുമല്ലോ എന്ന് പറഞ്ഞ് തലക്കടിച്ച് പൊട്ടിക്കരഞ്ഞ ഒരവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അങ്ങനെ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. എങ്കിലും എൻ്റെ ഈ സഹോദരിമാരും ഉമ്മയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നോടാരും ഒരു അവഗണനയും കാണിച്ചിട്ടില്ല, പ്രയാസമൊന്നും വന്നിട്ടില്ല. പിന്നീട് എനിക്ക് വിവരം കിട്ടിയത്, എൻ്റെ മകൻ കോഴ്സ് കഴിഞ്ഞു, എൻജിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞു, അവന് ജോലി കിട്ടി, അമേരിക്കയിൽ പോയി തുടങ്ങി. ആ സമയത്ത് കല്യാണം അന്വേഷിച്ചപ്പോൾ ചില അന്വേഷണങ്ങൾ, ചില കുടുംബങ്ങളിൽ നിന്ന് ഒരു കമൻ്റ് വന്നു. അതായത്, നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടാൽ നമസ്കാരവും നോമ്പും ഒന്നുമില്ലാത്ത ഒരു കുടുംബമായിരിക്കും, അതുകൊണ്ട് ആ ബന്ധത്തിന് നിൽക്കണ്ട എന്ന് പറഞ്ഞു. അവർ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ എനിക്കും അത് സന്തോഷമാണ്. കാരണം അങ്ങനെ
ഒരു പിന്നെ ചിന്തയുമായിട്ട് യോജിക്കാത്ത ആളുകളായിട്ട് നമ്മൾ വിവാഹബന്ധത്തിലൊക്കെ പെട്ടാൽ പിന്നെ അതൊരു പ്രശ്നമായിരിക്കും. അങ്ങനത്തെ ആളുകൾ വേണ്ടാന്ന് ഞാനും ആദ്യമേ തീരുമാനിച്ചിരുന്നതാണ്. അത് നന്നായി. മറ്റൊരു പ്രയാസവും എനിക്ക് ഈ മതം വിട്ടത് കൊണ്ട് ഉണ്ടായതായി അറിയില്ല. ഇനി ഞാൻ കാണാതെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടോ അറിയാം, ഞാനത് പ്രശ്നമാക്കേണ്ടതില്ലല്ലോ, അത്രമാത്രം. യുക്തിവാദികൾ എന്തു തന്നെ പറഞ്ഞാലും പ്രസംഗിച്ചാലും എത്ര തെളിവുകൾ ഹാജരാക്കിയാലും അതിനെ മൈൻഡ് പോലും ചെയ്യാതെ നടന്ന മതപ്രഭാഷകർ, മതനേതാക്കന്മാർ, മതത്തെക്കുറിച്ച് ധാരാളം പഠിക്കുന്ന മക്കൾ, പഠിച്ചു കഴിഞ്ഞവർ, ഇവരൊന്നും മൈൻഡ് പോലും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇന്ന് യുക്തിവാദികൾക്കു മറുപടി പറയുന്ന തിരക്കിലാണ് ഇവരൊക്കെ. ശരിക്കും മറുപടിയല്ല, ആക്ഷേപങ്ങൾ മാത്രം, വ്യക്തിഹത്യകൾ മാത്രം, വളച്ചൊടിക്കലും ദുർവ്യാഖ്യാനങ്ങളും മാത്രമാണ് ചെയ്യുന്നത്. ഇസ്ലാമിന് കാലിടറുന്നുണ്ടോ? ഒരു പരിധിവരെ ഇസ്ലാം ഹിമാലയത്തോളം വളരുകയാണ് എന്ന് പറഞ്ഞവർ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ കൂട്ടമായി ആൾക്കാർ ഇസ്ലാമിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞവർ, ഇസ്ലാം വളരുന്നോ തളരുന്നോ? ഇവരുടെ മറുപടികളിലൂടെ, മീഡിയകളിൽ ഇവരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിലൂടെ, ഇവർ മീഡിയകളിലൂടെ ചക്രശ്വാസം വലിക്കുകയാണ് യുക്തിവാദികൾക്ക് മറുപടി എന്നും പറഞ്ഞു. അവർക്കുള്ള കുഴികൾ തന്നെയാണ് അവർ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്ക് യുക്തിവാദി പറയുന്ന ഒരു കാര്യത്തിനും ഇവർക്ക് മറുപടികളില്ല. കാരണം ഖുർആൻ വെച്ചിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ പല വ്യാഖ്യാനങ്ങളും എടുത്ത് നമ്മൾ ഇട്ടുകൊടുക്കുന്നു. ഇതാ നിങ്ങളുടെ തന്നെ വ്യാഖ്യാനമാണ്. ശരിക്കും ഇസ്ലാം തളരുന്നുണ്ടോ? വാസ്തവത്തിൽ ഖുർആൻ എന്നോ നിരോധിക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനൊരുങ്ങുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ വേറെ ചില മതഗ്രന്ഥങ്ങളൊക്കെ ഇല്ലേ, അതിൽ ഇങ്ങനെ പിന്നെ പല സൂചനകളും ഇല്ലേ എന്നൊക്കെ വലിയ വാദമായിരിക്കും. പക്ഷെ എനിക്കിപ്പം തോന്നുന്നത് ഖുർആനല്ല നിരോധിക്കേണ്ടത്. ആ പുസ്തകം അവിടെ കിടന്നോട്ടെ. അതിനെപ്പറ്റി വീണ്ടും വീണ്ടും പ്രചരണവും അതിൻ്റെ മഹത്വം എടുത്തു പറയലും, അതിന് അങ്ങനെ അർത്ഥമുണ്ട് ഇങ്ങനെ അർത്ഥമുണ്ട്, പിന്നെ വളരെ ഹൃദ്യമായ പാരായണം, ഈ പാരായണം ചെയ്തിട്ടാണ് ആളുകളെ വശീകരിക്കുന്നത്. ഖുർആൻ ഖിറാഅത്ത്, പിന്നെ അന്താരാഷ്ട്ര ഖിറാഅത്ത് മത്സരങ്ങൾ നടത്തുക, അതുപോലെ അന്താരാഷ്ട്ര ബാങ്ക് വിളി മത്സരം, ഇങ്ങനെയൊക്കെ നടത്തിയിട്ട് വളരെ ഹൃദ്യമായ, കേട്ടാൽ ആകർഷിച്ചു പോകുന്ന ചില രീതിയിൽ ഇതൊക്കെ പറഞ്ഞ് പാടി ആകർഷിക്കുന്ന, സാധാരണക്കാരനെ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഖുർആന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ, അതിൽ ശാസ്ത്രമുണ്ട്, ആധുനിക ശാസ്ത്രമുണ്ട്, ടെക്നോളജിയുണ്ട്, ഇതുവരെ കണ്ടുപിടിച്ചതെല്ലാം ഉണ്ട്, ഇനി കണ്ടുപിടിക്കാൻ പോകുന്നതുമെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾ, ആ പ്രചരണങ്ങളെ നിർത്തുകയാണ് വേണ്ടത്. ആ പ്രചരണങ്ങളെ നിരോധിക്കുക കഴിയുമെങ്കിൽ. അങ്ങനത്തെ പ്രചരിപ്പിക്കുന്ന ആളുകളെ ക്കെതിരെ നടപടിയെടുക്കുക. ഇതൊക്കെ വളരെ ആവശ്യമാണ്. ഏറ്റവും അധികം കളവ് പറഞ്ഞു പോകുന്നത് ഈ ഇസ്ലാം മതത്തിലാണ്. യാതൊരു നാണവുമില്ലാതെ കളവ് പറയുക. അതിന് ഇവർക്ക് വേറൊരു കാരണമുണ്ട്. എന്താണ്? ഇസ്ലാം മതത്തിന് ഗുണകരമാവുന്ന രീതിയിൽ എന്ത് കളവും പറയാമെന്നാണ്. മതിയല്ലോ. അപ്പോൾ ഇത്തരം അനാവശ്യമായിട്ട് ഈ കള്ളത്തരം പ്രചരിപ്പിക്കുന്നതിനെയാണ് നിരോധിക്കേണ്ടത്. ഖുർആനിപ്പം നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നിരോധിക്കേണ്ടതാണ്. പക്ഷേ നിരോധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതിനെതിരായ പല വാദങ്ങളും പല പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതവിടെ കിടന്നോട്ടെ. അതിപ്പോൾ ഒരു 6-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ ആരോ പാടിയൊരു പുസ്തകം, നമ്മളതിനെ തൊടേണ്ട. പക്ഷെ അത് ഗൗനിക്കാതിരുന്നാൽ മതി. ഇസ്ലാമിന്റെ ക്രൂരകൃത്യങ്ങൾ പ്രമാണസഹിതം നമ്മൾ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർ ഏത് സംഭവങ്ങൾ എടുത്താലും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാറുണ്ടല്ലോ. കോയമ്പത്തൂർ ഫാറൂഖിനെ കൊന്നത്, ആ കൊന്നവന്
അള്ളാഹു സ്വർഗവും ഹൂറികളെയും വെച്ച് വിളിക്കുന്ന ഖുർആൻ വാചകമുണ്ട് ഇവിടെ. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുന്ന വ്യക്തമായ വാചകങ്ങൾ ഈ ഖുർആനിലുണ്ട്. അപരന്റെ കഴുത്തു വെട്ടാനും അമുസ്ലിമിനെ വെറുക്കാനും അവന്റെ ജീവിതം നശിപ്പിക്കാനും ജീവൻ ഹനിക്കാനും ഒക്കെ അള്ളാഹു തന്നെ വിശ്വാസികളുടെ സമ്പത്തും ശരീരവും കടമെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന 9-ാം അധ്യായത്തിലെ സൂറത്ത് തൗബയിലെ 111-ാമത്തെ വാചകം പോലെ, 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 28-ാമത്തെ വാചകം പോലെ, 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 5-ാം വാചകം പോലെ ഇങ്ങനെ അപരന്റെ കഴുത്ത് വെട്ടാൻ പറയുന്ന ധാരാളം സൂക്തങ്ങളുള്ള അന്യമത വിരോധം പടർത്തുന്ന, അന്യ മനുഷ്യനെ അതായത് അമുസ്ലിമിനെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന, കൊല്ലപ്പെട്ടവന് നരകവും കൊന്നവന് സ്വർഗവും വെച്ച് വിളിക്കുന്ന ഖുർആൻ പോലെയൊരു ഗ്രന്ഥം ഇന്ന് ഭൂഷണമാണോ? ഇതൊക്കെ നിരോധിക്കേണ്ടുന്ന കാലഘട്ടം ഒരു പരിഷ്കൃത സമൂഹത്തിന് അതിക്രമിച്ചിട്ടില്ലേ? ഇസ്ലാം വളരുന്നു, ശക്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞതൊന്നും അത്ര ശരിയല്ല. തളരുകയാണ്. ആ തളർച്ച മനസ്സിലാക്കിയിട്ട് ഒരു പടയലാണിപ്പം കാണുന്നത്. കണ്ടമാനം പ്രവർത്തനങ്ങൾ, വേണമെങ്കിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ വളരുന്നു, ശക്തിയാർജിക്കുന്നു എന്ന് വേണേൽ പറയാം. കാരണം ഇതൊരു കച്ചവടമാണ്, ഇസ്ലാം കച്ചവടം. അത് തളർന്നു പോയാൽ പലർക്കും വിഷമമാണ്. അതുകൊണ്ട് ഈ കച്ചവടത്തിന് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ കാലിടറൽ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാം വളരുന്നു, ആ സ്പോർട്സ്മാൻമാർ പിന്നെ ഇസ്ലാം മതം വിശ്വസിക്കുന്നു, മറ്റേ യഹൂദർ വിശ്വസിക്കുന്നു, പിന്നെ സിനിമാ നടന്മാർ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ പ്രചാരണമാണ്. ഈ വ്യാജ മരുന്നുകളെ പറ്റി നമ്മൾ ടി വിയിലും പത്രത്തിലും ഒക്കെ ഭയങ്കര പിന്നെ പരസ്യങ്ങൾ കാണാറുണ്ടല്ലോ. ആ മരുന്ന് കഴിച്ചു സുഖമായി, ഈ മരുന്ന് കഴിച്ചു ഭയങ്കര മെച്ചമുണ്ട്. അതുപോലെയുള്ള ഒരു പ്രചരണം മാത്രമാണ് ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്നത്. അല്ലാതെ ഇസ്ലാം വളരുന്നില്ല. ഒരു പക്ഷേ എണ്ണം, ഇതുപോലെ മറ്റൊരു കാര്യം പറയാറുണ്ട്, എണ്ണത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന്. എവിടെയെങ്കിലും അങ്ങിങ്ങായിട്ട് ചില ആളുകൾ, വലിയ ചിന്താശീലമൊന്നും ഇല്ലാത്ത ആളുകൾ ചേരുന്നുണ്ടാവാം. പിന്നെ ഈ പ്രസവിച്ച്, അതായത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കുടുംബാസൂത്രണത്തിനെ പറ്റി വലിയ ബോധമില്ല, പിന്നെ വളരെ നേരത്തെ കല്യാണം കഴിക്കുന്നു, ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്, അംഗസംഖ്യ കൂടുന്നുണ്ട്. ആ അംഗസംഖ്യ എടുത്ത് കാണിച്ചാണ് ഇസ്ലാം പിന്നെ ശക്തി കൂടുകയാണ്, എണ്ണം കൂടുകയാണ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോൾ സംവാദ വെല്ലുവിളികളുടെ തരംഗമാണല്ലോ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജബ്ബാർ മാഷ് ഒരു വാചകം പറഞ്ഞു, അതിനെ കൂട്ടുപിടിച്ച് ചെറുതും വലുതുമായ അനേകായിരങ്ങൾ ബാലുശ്ശേരി ക്ലിപ്പുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. ഖുർആനും ഹദീസും പഠിപ്പിക്കേണ്ടതിന് പകരം ആ സംവാദം നട്ടെല്ലോടുകൂടി ഏറ്റെടുക്കേണ്ടതിന് പകരം, സംവാദം ഞാനല്ല മറ്റവനല്ലേ വിളിച്ചത് എന്ന് പറയുന്നത് പോലെ അനിയത്തിയെ കാണിച്ചിട്ട് ചേട്ടത്തിയെ കെട്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ എന്നെയും കീലേരി അച്ചുവിനെയും തോൽപ്പിക്കാൻ ആരുണ്ട് എന്ന് പറയുന്ന മോഡലിലുള്ള വെല്ലുവിളികളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംവാദ വെല്ലുവിളി ഒരു നല്ല ലക്ഷണം തന്നെയല്ലേ? കാരണം ശരിയും തെറ്റും എന്ത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇരു കൂട്ടരും തയ്യാറായി വരുന്നു. അപ്പോൾ താങ്കളും കഴിഞ്ഞ അങ്ങേ ഞായറാഴ്ച ഓൺലൈൻ വഴി ഒരു ഹദീസിന്റെ സംവാദം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതെവിടെ എത്തിയെന്നറിയില്ല. അത് നടന്നു. ഈ സംവാദങ്ങളെ കുറിച്ച്, സംവാദങ്ങളുടെ വെല്ലുവിളികളെ കുറിച്ച്, സംവാദങ്ങൾ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നുണ്ടോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ചൊക്കെ താങ്കളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് പറഞ്ഞാലും. വളരെ അടുത്ത കാലത്താണ് യുക്തിവാദികളുമായിട്ട് സംവാദം തുടങ്ങിയത്.
മുസ്ലിം പണ്ഡിതന്മാർ. അതിന് കാരണം ഇത് ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ മതം വിട്ടു ഇസ്ലാം മതം വിട്ടുപോകുന്നവർ, അതിനെ വിമർശിക്കുന്നവർ പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്നത് തന്നെയാണ്. അടുത്ത കാലം വരെ അവരത് എന്താ യുക്തിവാദികൾ വളരെ കുറച്ച് പേര് അവരുമായിട്ട് സംവാദം നടത്തിയിട്ട് നമ്മൾ വെറുതെ അവർക്കൊരു സീറ്റ് കൊടുക്കണ്ട, അവർക്കൊരു പേരുണ്ടാക്കി കൊടുക്കണ്ട എന്നായിരുന്നു. പക്ഷെ ഇന്ന് നേരെ തിരിച്ചായി. എങ്ങനെയെങ്കിലും ഇസ്ലാം വിമർശകരായ ഇസ്ലാം മതം വിട്ടുപോകുന്ന ആളുകളോട് സംവദിച്ചോ എന്തെങ്കിലും രീതിയിൽ രക്ഷ നേടണം. മറ്റുള്ള ആളുകളും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ നമുക്ക് അവരെ സംവദിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കണം. തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ തോറ്റു, നമ്മൾ ജയിച്ചു എന്ന് പ്രചരിപ്പിക്കണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ് സംവാദം തുടങ്ങിയിട്ടുള്ളത്. ഞാൻ സാധാരണ സംവാദത്തിന് പോകാറില്ല. കാരണം അത് വലിയ സാമർഥ്യമുള്ള ആളുകൾ, നീണ്ട നാവ് വേണം. അതിന് പെട്ടെന്ന് കളവ് പറയാൻ ധൈര്യം വേണം, ചങ്കൂറ്റം വേണം. അങ്ങനെ പോകാറുണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത കാലത്ത് മുജാഹിദുകളുമായിട്ട്, എൻ്റെ നാട്ടിലെ തന്നെ ഉള്ള മുജാഹിദുകളുമായിട്ടൊരു സംവാദം, അതായത് ഈ ഇതായിരുന്നു വിഷയം, മരണാനന്തര ജീവിതം. അതൊരു അരമണിക്കൂർ സമയം കൊണ്ട് ചെറിയൊരു സംവാദമായിരുന്നു. ഞാൻ അതിൽ പറഞ്ഞു, ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു മരണാനന്തര ജീവിതം ഇല്ല. കാരണം ലോക മനുഷ്യരാശിയുടെ വരെയുള്ള ചരിത്രത്തിൽ ഒരുപാട് മതങ്ങൾ, ഒരുപാട് ആശയങ്ങൾ, പല രീതിയിലും മരണാനന്തര ജീവിതത്തെപ്പറ്റി വിശ്വസിച്ച ആളുകളുണ്ട്. പല രീതിയിലുള്ള വിശ്വാസങ്ങൾ, നൂറുകണക്കിലുള്ള വിശ്വാസങ്ങൾ. അപ്പോൾ അതിൽ ഏതാണ് നമ്മൾ സ്വീകരിക്കുക എന്നൊരു പ്രശ്നം ഞാൻ ചോദിച്ചു. അത് തെളിവില്ലാത്തതാണ്, ഒട്ടും സാധ്യതയില്ലാത്തതാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവരിൽ നിന്ന് നല്ലൊരു മറുപടി എന്തെങ്കിലും യുക്തിസഹമായ മറുപടി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ ഉടനെ മറുപടി പറഞ്ഞത് എന്താണ്, ഈ പരലോക വിശ്വാസം ഇല്ലെങ്കിൽ നീതി നടപ്പിലാവില്ല. ആത്യന്തിക നീതി, ഇഹലോകത്ത് ആത്യന്തിക നീതി നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം ഒരാളെ കൊന്ന ആൾക്കും ആളെയും 10 ആളുകളെ കൊന്ന ആളെയും ഒരേ രീതിയിൽ ശിക്ഷിക്കാൻ പറ്റൂ ഇവിടെ. അതുകൊണ്ട് അള്ളാഹു ആത്യന്തിക നീതി നടപ്പിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം വെച്ച് കാണും. അതുകൊണ്ട് ശാസ്ത്രീയമായി നമുക്ക് ഒരു പ്രൂഫാണ്, ഒരു തെളിവാണ് മരണാനന്തര ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു, അങ്ങനെ ആവശ്യമുണ്ട് എന്നതുകൊണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഭയങ്കര വരൾച്ചയാണ്, കൃഷിയെല്ലാം നശിക്കുന്നു, കുടിക്കാൻ വെള്ളമില്ല എന്ന് ആവശ്യമുള്ളത് കൊണ്ട് മഴ പെയ്തുകൊള്ളണമെന്നില്ലല്ലോ. അതുപോലെ ആത്യന്തിക നീതി നടപ്പിലാക്കാൻ വേണ്ടി ഇവിടെ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ടൊരു പരലോകം ഉണ്ടാവണം എന്ന് പറയാൻ പറ്റില്ല. അതൊരു തെളിവല്ല, പ്രധാന കാരണമല്ല എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് അവരൊന്നും പറഞ്ഞില്ല. ഉടനെ പറഞ്ഞു, യുക്തിവാദികൾ വിശ്വാസമില്ലാത്തവരാണ്, ഈ അമ്മയും പെങ്ങന്മാരും ഭാര്യയും തമ്മിൽ വ്യത്യാസം അറിയാത്തവരാണ്, ധാർമ്മികതയില്ല, പിന്നെ ലോകത്ത് ഇതുവരെ ഒരുപാട് കൊല നടത്തിയത് വിശ്വാസമില്ലാത്തവരാണ്, യുദ്ധങ്ങൾ നടത്തിയത് അവരാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴേക്ക് എൻ്റെ നെറ്റ് കണക്ഷൻ പോയി, ഞാൻ നിർത്തുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. പിന്നീട് ഈ ഹദീസിനെ പറ്റി ഒരു സംവാദം ഫിക്സ് ചെയ്തിരുന്നു. പക്ഷേ ആ ദിവസം എൻ്റെ നെറ്റ് കണക്ഷനും എൻ്റെ ലാപ്പിൻ്റെ സ്പീക്കർ വർക്ക് ചെയ്തില്ല. സ്പീക്കറല്ല, മൈക്ക്. അതോടുകൂടി അത് നീട്ടിവെച്ചു. പിന്നെ ഇതുവരെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, എന്താണെന്നറിയില്ല. മുക്കിനു ഖുർആൻ ക്ലാസുകളാണ്. ഖുർആനിന്റെ ബോധവൽക്കരണ ക്ലാസുകൾ എമ്പാടുമുണ്ട്. എത്രയോ ക്ലാസുകളുണ്ട്, ഹൽക്ക ക്ലാസുകൾ. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ, മുജാഹിദിന്റെ, സുന്നികളുടെ ഒക്കെ ഖുർആൻ ക്ലാസുകൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ജനങ്ങളെ എത്രമാത്രം ഇവർ മതത്തിലേക്ക് തളച്ചിടാൻ ശ്രമിക്കുന്നു.
ഭക്തിയിലേക്ക് തളച്ചിടാൻ ശ്രമിക്കുന്നോ, മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേൽ കടിഞ്ഞാണിടുന്നോ, അവരുടെ പ്രായോഗിക ക്ഷമതയ്ക്ക് വിലങ്ങുതടിയാക്കുകയാണ് ഇവർ മതം കൊണ്ട് ചെയ്യുന്നത്. കാരണം അവന് സംഭവിച്ച പിഴവുകൾ, പരാജയങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി തിരുത്തേണ്ടതിന് പകരം ഇവരെല്ലാം വിധിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഭക്തിയിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മതത്തിലേക്ക് എത്രമാത്രം ഇവർ പിടിച്ചു മുറുക്കി കെട്ടിയിടാൻ ശ്രമിക്കുന്നു, അത്രമാത്രം ആൾക്കാർ ഈ ചങ്ങല പൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. യുക്തിവാദത്തിലേക്ക് ആൾക്കാർ ധാരാളമായി ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ മതപ്രവർത്തനങ്ങൾ വളരെയധികം വർദ്ധിച്ച, പ്രത്യേകിച്ച് ഇസ്ലാം മത പ്രവർത്തനം വളരെയധികം വർദ്ധിച്ച കാലമാണ്. അതിന് പ്രധാന കാരണം എന്തോ വലിയ അപകടം അവർ മണത്തറിഞ്ഞതുകൊണ്ടാണ്. ഇത് ഒരു നീതിബോധമുള്ള, ഒരു യുക്തിബോധമുള്ള ഒരു സമൂഹത്തിൽ അധികകാലം നിലനിൽക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഫണ്ടിങ് കഴിഞ്ഞ ഒരു 60 കൊല്ലത്തോളമായി ധാരാളം ഫണ്ടിങ് നടന്നു. അപ്പോൾ ആ പണമൊക്കെ ചിലവാക്കണ്ടേ, വീണ്ടും പണം കിട്ടണ്ടേ. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മളെന്തെങ്കിലും പ്രവർത്തനം നടത്തണമല്ലോ. അങ്ങനെയാണ് മതബോധന പ്രവർത്തനങ്ങൾ, വിവിധ രീതിയിലുള്ള ബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പം വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം കണ്ടമാനമുണ്ട്. ഈ കോവിഡ് പ്രശ്നം വന്നതിന് ശേഷവും ഇതെല്ലാം ഇലക്ട്രോണിക് മീഡിയയിലേക്ക് മാറിയിരിക്കുകയാണ്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എന്നാലും മുസ്ലിം യുവജനങ്ങൾക്കിടയിൽ കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ആളുകളുണ്ട്, കാര്യം മനസ്സിലാക്കുന്നവരുണ്ട്. അവരൊക്കെ മതം വിട്ടു മതരഹിതരായി മാറുന്നുണ്ട് എന്നത് ഒരു നല്ല കാര്യമാണ്. അത് മറ്റൊരു പ്രശ്നം, നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ കൺവിൻസിങ് ആയിട്ടുള്ള മറുപടി ഒരിക്കലും കിട്ടില്ല. കാരണം ഇത് യുക്തിരഹിതമായ ഒരു കാര്യമാണല്ലോ മതവിശ്വാസവും അല്ല. അപ്പം എന്തെങ്കിലും ഒരു ചോദ്യത്തിന് നമുക്ക് കൺവിൻസിങ് ആയി സംതൃപ്തി തരുന്ന ഉത്തരം കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കുറേയൊക്കെ ആളുകൾ മാറിപ്പോകുന്നത്. പിന്നെ മറ്റൊരു ഘടകം, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ വിശ്വാസം ഇല്ലെങ്കിലും, വിശ്വാസം നശിച്ചു പോയാലും അത് പരസ്യമാക്കില്ല. കാരണം അപകടമാണ്, സമൂഹത്തിൽ ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇടപഴകുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹവുമായിട്ട് ഒത്തുപോകണമെങ്കിൽ ഇങ്ങനെ വിശ്വാസരാഹിത്യം പ്രകടിപ്പിക്കാൻ പാടില്ല. അതൊരു രഹസ്യകാര്യമായി കൊണ്ടു നടക്കണമെന്ന് എല്ലാവരും, ഭൂരിപക്ഷം ആളുകളും ധരിക്കുന്നു. പിന്നെ ധൈര്യക്കുറവുണ്ട് പലർക്കും. ഇത്തരം കാര്യങ്ങളെ കൊണ്ട് ആണ് മതം വിട്ടുപോകുന്നവർ പരസ്യമായിട്ട് പറയാതെ ഇരിക്കുന്നത്. ഒരുപാട് പേര് ശരിയായ വിശ്വാസമില്ലാത്തവരുണ്ട്. പിന്നെ അവർക്ക് അത് പ്രശ്നമല്ല, അങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ പണ്ഡിതന്മാരും എല്ലാം ഇത്തരം കാര്യങ്ങളുമായി നടന്നോട്ട് നമ്മളതിനെ എതിർക്കണ്ട എന്ന് ധരിച്ചിട്ട് സമാധാനപൂർവ്വം ജീവിക്കാം സമൂഹത്തിൽ എന്ന് ധരിച്ചു പോകുന്നവരുണ്ട്. ആശയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കേണ്ടതുണ്ട്, പ്രചരിപ്പിക്കേണ്ടതുണ്ട്. പരസ്പരം സംസാരിച്ച് ബോധ്യപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം. ആശയ വ്യതിയാനങ്ങൾ എല്ലാവർക്കും ഇടയിലും ഉണ്ടാകും. എന്നാൽ ഇസ്ലാമിന്റെ ആശയത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ഒരാൾ ആ മതം ഉപേക്ഷിച്ചു മനുഷ്യനാകാൻ തീരുമാനിച്ചാൽ അവനെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും അവനെ പരിഹസിക്കാനും അവനെ പരാജയപ്പെടുത്താനും കൊല്ലാനും വേട്ടയാടാനും ഇസ്ലാം മതവിശ്വാസികൾ ധാരാളമായി മുമ്പോട്ട് വരുന്നു. ഞാൻ മതം ഉപേക്ഷിച്ച ആളാണ്. വീട് പോലും വാടകയ്ക്ക് കിട്ടാത്ത ഒരു സാഹചര്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്.
കടയിൽ പോയാൽ സാധനങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഓട്ടോയിൽ കയറി കഴിയുമ്പോൾ ഞാനാണ് എന്ന് മനസ്സിലാക്കി ഓട്ടോയിൽ നിന്ന് ഇറക്കി വിട്ട സംഭവങ്ങൾ വരേക്കും എന്റെ ജീവിതത്തിലുണ്ട്. ഒരു ഷോപ്പ് എടുത്തു, ഒരു ടെക്സ്റ്റൈൽസ്. അപ്പോൾ എന്റെ കടയിൽ ആദ്യം നല്ലതുപോലെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. പിന്നീട് തീരെ ആൾക്കാർ വരാതെയായി. അപ്പോഴെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അടുത്തുള്ള ഒരു കോഫി ഷോപ്പുകാരൻ പറഞ്ഞത്, പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഓർഡർ ഉണ്ട്, നിങ്ങളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പാടില്ല, അതുവഴി ഇസ്ലാമിനെ തളർത്താനാണ് ശ്രമിക്കുന്നത്. ഇത് ആശയമില്ലാത്തവന്റെ ആയുധമല്ലേ? നിസ്സഹായതയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ആയുധം മാത്രമല്ലേ ഇത്? കാരണം ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, ഇങ്ങനെ അപഹസിക്കുക, പരിഹസിക്കുക, തേജോവധം ചെയ്യുക, ആശയദാരിദ്ര്യം എമ്പാടും പേറുന്നവരല്ലേ ഇസ്ലാമിസ്റ്റുകൾ? യുക്തിവാദത്തിലേക്ക് പോകുന്നത് ഇഷ്ടം പോലെ ജീവിക്കാനാണ് എന്ന് പ്രചരിപ്പിക്കുന്നതും ഒരു തന്ത്രമാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കണ്ടേ പണ്ഡിതന്മാർക്ക്. അതുപോലെ ധാർമ്മികത, മര്യാദ, നീതിബോധം ഇതെല്ലാം മതത്തിൻ്റെ കുത്തകയാണെന്ന് ആര് പറഞ്ഞു? അതാത് കാലഘട്ടത്തിൽ ഉള്ള ധാർമ്മികതയും സദാചാരവും എല്ലാം മതങ്ങൾ സ്വന്തമാക്കി എടുക്കുകയാണ്. അല്ലാതെ മതങ്ങളല്ല ഉണ്ടാക്കുന്ന ഈ ധാർമ്മികത ഉണ്ടാക്കുന്നത്. സമൂഹം, ഓരോ കാലത്ത് ജീവിക്കുന്ന സമൂഹം അവർ ഓരോ കാര്യങ്ങൾ, നല്ലൊരു സാമൂഹിക ജീവിതത്തിന് ചില കാര്യങ്ങൾ അന്യോന്യം പൊരുത്തപ്പെട്ട് നടത്തേണ്ടതുണ്ട്, ചില മര്യാദകൾ ഓരോ വ്യക്തിയും കാണിക്കേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ചില നിയമങ്ങൾ ആക്കി ചില ബോധം പിന്നെ വെക്കുന്നത്. അതാണ് നമ്മളുടെ മര്യാദയും ധാർമ്മികതയും എല്ലാം. അല്ലാതെ മതങ്ങളുടേതല്ല, ഈ ദൈവം ആകാശത്തു നിന്നും ഇട്ടുതരുന്ന നിയമങ്ങളല്ല ധാർമ്മികത. അതിങ്ങനെ ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടും ഇരിക്കും. അത് പിന്നെ ഈ ധാർമ്മികത സദാചാരമെല്ലാം വിശ്വാസികൾക്കാണുള്ളത് എന്ന് പറയുന്നത് പരമാബദ്ധമാണ്. അത് വലിയൊരു തട്ടിപ്പാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, എത്ര ആളുകളാണ് ജയിലിൽ കിടക്കുന്നത്, എത്ര ആളുകളാണ് പീഡനത്തിന് പിടിക്കപ്പെടുന്നത്. ഇതൊക്കെ ആരാണ് കൂടുതൽ? മോഷണക്കാരാണ്, കള്ളക്കടത്താരാണ്. അപ്പോൾ വിശ്വാസികൾ, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മളുടെ നാട്ടിലെല്ലാം ഇസ്ലാം മതവിശ്വാസികളാണ് മിക്കവാറും കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെടുന്നതും. അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ ധാർമ്മികത ഉണ്ടാവും, വിശ്വാസം ഇല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. പീഡനവും പിന്നെ മോഷണവും കുടിയും എല്ലാം ആയിപ്പോകും എന്ന് പറയുന്നത് പരമ അബദ്ധമാണ്. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. പിന്നെ ഓരോരുത്തരുടെയും ഈ സംസ്കാരമാണ് അവനെ മര്യാദക്കാരനും ധാർമ്മികത ഉള്ളവനുമാക്കി തീർക്കുന്നത്, അല്ലാതെ മതബോധമല്ല. പണ്ഡിതന്മാർക്ക് അങ്ങനെ വാദിക്കാനോ അങ്ങനെ ക്ലെയിം ചെയ്യാൻ ഒരിക്കലും അർഹതയില്ല. മക്കൾ പരസ്പരം വേഴ്ച നടത്തി വളർന്ന സമാധാനത്തിന്റെ മതം. 6 വയസ്സുകാരിയായ മടിയിലിരുത്തി കളിപ്പിക്കേണ്ടുന്ന പിഞ്ചു പൈതലിനെ 53 വയസ്സുകാരൻ വിവാഹം കഴിച്ച് അതിന്റെ ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ തകർത്തു കളഞ്ഞ ഇസ്ലാം. ഇവർ പറയുന്നു, ഇസ്ലാം മതത്തിലല്ലേ പലതുമുള്ളത്, ശവഭോഗം മുതൽ മൃഗഭോഗം വരെ ഉള്ളത് ഇസ്ലാമിലാണ്. എന്നിട്ടും ഇവർ പറയുന്നു തോന്നിയതുപോലെ ജീവിക്കാനാണ് യുക്തിവാദം സ്വീകരിക്കുന്നത് എന്ന്. ശരിക്ക് തോന്നിയതുപോലെയുള്ള ജീവിതമുള്ളത് മതവിശ്വാസികൾക്കല്ലേ? കാരണം ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസാക്ഷിയുടെ കോടതിയിൽ അവൻ വിചാരണ നേരിടണം, അവൻ പൊതു നിയമങ്ങളൊക്കെയും ബാധിക്കണം. ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പുറത്തു കൊടുത്താൽ എല്ലാം മാഞ്ഞു പോകും.
ഇതുവരെ ചെയ്തത് മുഴുവനും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ മാത്രം മതിയാകും. തോന്നിയതുപോലെ ജീവിച്ചിട്ട് തൗബ ചെയ്യാൻ, പശ്ചാത്തപിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മതം ഇസ്ലാം തന്നെയല്ലേ? ഇസ്ലാം മതം വിട്ടുപോകുന്ന ആളുകളെ വളരെ അവജ്ഞയോട് നോക്കുക, നിന്ദിക്കുക, അവമാനിക്കുക, ദ്രോഹിക്കുക, ഇങ്ങനെയുള്ള അവരോട് ശത്രുത കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ പോളിസിയുടെ ഒരു ഭാഗമാണ്. അതായത് മതത്തിനെ ശക്തിപ്പെടുത്താനും അതിനെ ക്ഷയിക്കാതെ നിലനിർത്താനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം വളരെ ആസൂത്രിതമായി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാനിൻ്റെ ഒരു ഭാഗമാണ് വിട്ടുപോകുന്നവരെ കഴിയുന്നത്ര ശല്യം ചെയ്യണം, ദ്രോഹിക്കണം, വെറുക്കണം, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം എന്നെല്ലാമുള്ള പോളിസി. അത് ചില തീവ്ര രാഷ്ട്രീയ പാർട്ടികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഓഫീസുകളിൽ പ്രത്യേക പാർട്ടിയുടെ സർവീസ് യൂണിയൻ ഉണ്ടാകും. ആ സർവീസ് യൂണിയനിൽ നിന്ന് വിട്ടുപോകുന്നവരെ മറ്റുള്ളവർ, അതായത് ഭൂരിപക്ഷം വരുന്ന മറ്റുള്ളവർ ദ്രോഹിക്കുകയും അവഗണിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമേ കരുതേണ്ടതുള്ളൂ. അതിനെ മറികടക്കാൻ പെട്ടെന്നൊന്നും സാധ്യമായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ജീവിക്കുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിൽ മുഹമ്മദ് നബി ഒരു മാതൃകാ പുരുഷനാണോ? എനിക്ക് ജനകീയ കോടതിയിൽ 24 ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അതിന് ഈ 6 വയസ്സുകാരിയുമായിട്ടുള്ള വിവാഹത്തെ ജാമിദ എപ്പോഴും വിമർശിക്കാറുണ്ട് എന്ന് പറഞ്ഞ് എന്റെ എതിർകക്ഷി തന്നെ ഈ ആശയം ഉന്നയിച്ചു. അപ്പോൾ ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുകയുണ്ടായി. നമ്മുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗാന്ധിജി കെട്ടിയിട്ടില്ല. ഗാന്ധിജിയുടെ എത്രാമത്തെ ഭാര്യയായിരുന്നു കസ്തൂർബ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഗാന്ധിജിയും കസ്തൂർബയും തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസമാണ് ഉണ്ടായിരുന്നത് എന്നതിന് ഉത്തരമില്ല. ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് ആ കാലഘട്ടത്തിലെ ശൈശവ വിവാഹത്തിൽ ഞാനും ഒരു കണ്ണിയായി എന്നായിരുന്നു എന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ വിഷമിക്കുകയും അത് ജനങ്ങളോട് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നബി മാതൃകാ പുരുഷനാണ് എന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെയാണ് ഒരു പുരോഗമന സമൂഹം ഈ കക്ഷിയെ, അതായത് മുഹമ്മദ് നബിയെ മാതൃകയാക്കുന്നത്? ഏതെങ്കിലും ഒരു ആശയ സംഹിത അല്ലെങ്കിൽ ഒരു സംഘടന കെട്ടിപ്പടുക്കുന്നതിൻ്റെ അതിനുള്ള പ്രധാന മാർഗമാണ് ഒരു മാതൃകാ പുരുഷനെ സ്ഥാപിക്കുക എന്നുള്ളത്. അത്തരമൊരു മാതൃകാ പുരുഷൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തോടുള്ള കൂറും ബഹുമാനവും ഭയഭക്തിയും എല്ലാം പറഞ്ഞ് അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഈ ആശയം വളർത്തുന്നത്, പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ് പ്രവാചകൻ്റെ മഹത്വം പറഞ്ഞ് അദ്ദേഹം മാതൃകാ പുരുഷനാണ്, സർവ സദാചാരങ്ങളും സർവ മാനുഷിക ഗുണങ്ങളും സൽഗുണങ്ങളും ഉള്ള ആളായിരുന്നു എന്നെല്ലാം പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും മുഹമ്മദ് മാതൃകാ പുരുഷൻ എന്ന് പറയുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ജീവിതം, വിവാഹം, ലൈംഗിക ബന്ധങ്ങൾ, ഇതിനൊക്കെ നമ്മൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓരോ കാലഘട്ടത്തിലും മനുഷ്യന് അന്നത്തെ നിയമങ്ങളനുസരിച്ച്, അന്നത്തെ ആചാരാനുസരിച്ച്, സ്വഭാവമനുസരിച്ച് ആയിരിക്കും ലൈംഗിക ജീവിതവും ലൈംഗിക ബന്ധങ്ങളും. പല കാലഘട്ടങ്ങളിലും വിവാഹം, ലൈംഗിക ബന്ധം ഇതൊക്കെ വിവിധ രീതികളിലായിരുന്നു. അതുപോലെ ഈ പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തിൽ മറ്റൊരു രീതിയിലായിരിക്കാം. ഇദ്ദേഹം അതിൽ കുറച്ചും കൂടെ കടന്ന്
കുറച്ചുകൂടെ എക്സസ് കാണിച്ചിരിക്കാം. പക്ഷെ നമ്മൾ 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യനെ പറ്റി അദ്ദേഹത്തിൻ്റെ ഗുണമായാലും ദോഷമായാലും ഇങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ വിട്ടേക്കുക. അദ്ദേഹം മാതൃകാപുരുഷനുമല്ല. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില കൊള്ളരുതാത്തത് നടന്നിട്ടുണ്ടെങ്കിൽ നടക്കട്ടെ, മരിച്ചു കഴിഞ്ഞില്ലേ, പോട്ടെ. നമ്മൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് തീരുമാനിക്കണമെന്ന് നമ്മളിപ്പോഴും ആലോചിക്കുക. പഴയത് വിട്ടേക്കുക. അങ്ങനെ വലിയ ഒരു മാതൃകാപുരുഷനൊന്നും ആയിരുന്നില്ല അദ്ദേഹം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞ ഇസ്ലാം കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ധാരാളം പ്രചാരണം ഉണ്ടാവും. ഒരുപാട് എഴുതി കാണും. എന്താണിപ്പോൾ ഈ വാസ്തവത്തിൽ ഈ ഖുർആൻ പിന്നെ ദൈവം അയച്ചു തന്നു മനുഷ്യന് മാർഗനിർദ്ദേശം, സന്മാർഗം കാണിക്കാൻ. എന്നാൽ അതുപോലെ പിന്നെ എന്തിനാണ് പ്രവാചകചര്യ? അത് തന്നെ ആവശ്യമില്ലാതെ പറഞ്ഞുണ്ടാക്കിയതല്ലേ. ഹദീസുകൾ എത്രയാണ്? ബുഖാരി 6 ലക്ഷം കളക്ട് ചെയ്തു. അതിൽ ആകപ്പാടെ 2700 എങ്ങാണ്ടേ ഉള്ളൂ ആവർത്തനമെല്ലാം ഒഴിവാക്കിയാൽ സഹീഹ് എന്ന് പറയുന്നത്. അതും സഹീഹ് അല്ല. പലതും പല അബദ്ധങ്ങളും അതിലൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. ഇനി അഥവാ ശരിയായ റിപ്പോർട്ടുകളാണെങ്കിൽ തന്നെ നമ്മളെന്തിനാണ് അത് എടുക്കുന്നത്? അദ്ദേഹം പലതും ചെയ്തു കാണും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ വധു എടുക്കുന്ന സമയത്ത് 1 പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കൈയും മുഖവും, 2 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്, 3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നത്? ഇപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് 1 പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ്, ഒന്നിലധികം 2 പ്രാവശ്യം അല്ലെ 3 പ്രാവശ്യം കഴുകൽ സുന്നത്താണ്. ആര് പറഞ്ഞു? പ്രവാചകൻ അങ്ങനെ 1 പ്രാവശ്യം കഴുകിയിട്ടുണ്ടാവും, 2 പ്രാവശ്യം കഴുകിയത് ഒരു പക്ഷേ കൂടുതൽ അഴുക്കുണ്ടാവും കൈകളിൽ. കൂടുതൽ അഴുക്കുള്ളതുകൊണ്ട് 2 പ്രാവശ്യം കഴുകി. അതിനേക്കാൾ കൂടുതൽ അഴുക്കുള്ളപ്പോൾ 3 കഴുകി. അതല്ല, മറ്റേ വേറെയും കാരണം ഉണ്ടാവും. നല്ല ഉഷ്ണമുള്ള സമയമായിരുന്നു, അപ്പോൾ നല്ല തണുത്ത വെള്ളം കിട്ടിയപ്പോൾ ഒരു 3 പ്രാവശ്യം കഴുകിക്കളയാം, ആ സുഖം അനുഭവിക്കാൻ. ഇങ്ങനെയൊക്കെ പലതും ആവാമല്ലോ. ആര് പറഞ്ഞോ ഇത് സുന്നത്തും വലുതുമായിട്ട് തീരുമാനിച്ചതാണ്? ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരു പ്രവാചകനെ പിന്നെ ഒരു പ്രവാചകൻ്റെ ചെയ്തികൾ, വചനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ അനുകരിക്കുന്നതും തെറ്റാണ്. പിന്നെ എതിർക്കുന്നതും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ മനുഷ്യൻ പാവം എന്നോ മരിച്ചു പോയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ രണ്ടും എടുക്കേണ്ടതില്ല. നമുക്ക് ഇന്ന് എന്താണ് ഇന്ന് ധാർമ്മികത എന്താ വേണ്ടത് അത് പറഞ്ഞാൽ മതി. പിന്നെ മറ്റൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതൊക്കെ വിശ്വാസികളാണ് നമ്മളെ കൊണ്ട് ഈ പ്രവാചകനെ വിമർശിക്കുന്നത്. പ്രവാചകൻ്റെ ധാർമ്മികതയും പ്രവാചകൻ്റെ ശൈശവിവാഹത്തെയൊക്കെ വിമർശിക്കാൻ കാരണം വിശ്വാസികളാണ്, പണ്ഡിതന്മാർ തന്നെയാണ്. കാരണം അവരാവശ്യമില്ലാതെ ഇങ്ങനെ നമ്മളുടെ മുമ്പിൽ പുകഴ്ത്തിക്കൊണ്ടിരിക്കും മനുഷ്യനെ. അപ്പം നമുക്ക് എന്തെങ്കിലും മറുപടി പറയണ്ടേ? ഇപ്പോൾ ഒരു ഹദീസ് ഉണ്ടല്ലോ, മിൻ അക്ബറിൽ കബായിരി അൻ യൽഅനർ റജുലു വാലിദൈഹി എന്ന്. അതായത് ഒരു മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നത് ഏറ്റവും വലിയ വൻദോഷങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താ റസൂലെ, ഇങ്ങനെ ഒരു മനുഷ്യൻ സ്വന്തം ഉമ്മ വാപ്പമാരെ കുറ്റപ്പെടുത്തുമോ എന്ന്. അപ്പോൾ എന്താ പ്രവാചകൻ പറഞ്ഞത്? ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരന് മറ്റൊരാളുടെ വാപ്പയെ പറയും, പിന്നെ അപ്പോൾ തിരിച്ചവൻ ഇങ്ങോട്ട് ഇവൻ്റെ വാപ്പയെ പറയും. അതാണ് അവിടെ പറഞ്ഞത്. അതിന് കാരണം, അതായത് സ്വന്തം വാപ്പയെ കുറ്റപ്പെടുത്താൻ ഇയാൾ കാരണമാക്കുന്നു, മറ്റൊരുവൻ്റെ വാപ്പയെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിയിട്ട്. ഇതിൻ്റെ ഒരു കൺവേഴ്സ് പറഞ്ഞുതരാം. അതായത് ഒരാൾ സ്വന്തം വാപ്പയെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭയങ്കരമായിട്ട് പുകഴ്ത്തുക. അദ്ദേഹം അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, പല ഗുണങ്ങളുണ്ടായിരുന്നു, മാന്യനായിരുന്നു, മഹാനായിരുന്നു, പിന്നെ സന്ധർമ്മിഷ്ഠനായിരുന്നു, ഇങ്ങനെ കണ്ടമാനം സ്വന്തം വാപ്പയെ ഒരാൾ പുകഴ്ത്തിക്കൊണ്ട് മറ്റുള്ളവരെ ശല്യം ചെയ്താൽ ഇതേ ഫലമാണ് ഉണ്ടാവുക. തിരിച്ച ആളുകൾ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വാപ്പ അങ്ങനെ ആയിരുന്നു, കള്ളനായിരുന്നു, മറ്റനായിരുന്നു. ഇതാണ് ഇപ്പോൾ പ്രവാചകനെ നമ്മൾ മറ്റുള്ളവർ അവിശ്വാസികൾ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും അദ്ദേഹത്തിൻ്റെ വിവാഹിക ജീവിതവും ധാർമ്മികതയെല്ലാം എടുത്തു പറയാനും കളിയാക്കാനും എല്ലാം കാരണമാക്കുന്നത്.
അപ്പം ഞാൻ പറയുന്നത് രണ്ടും വേണ്ട. നമ്മൾ ആ മരിച്ചുപോയ മനുഷ്യൻ്റെ ഗുണദോഷങ്ങളൊന്നും പറഞ്ഞു നടക്കണ്ട. പിന്നെ അനാവശ്യമായിട്ട് ഇദ്ദേഹത്തിനെ അനുകരിക്കാനും ഒരു വളരെ സൂക്ഷ്മമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പിന്നെ ചെയ്യാനും നടക്കുന്ന ഈ ആളുകളുടെ പരിപാടിയും വേണ്ട. രണ്ടും വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. മക്കയിലെയും മദീനയിലെയും ദുരാചാരങ്ങൾ അവസാനിപ്പിക്കാൻ വന്ന പ്രവാചകൻ ആ കാലഘട്ടത്തിൽ വളർത്തുമകനെ സ്വന്തം മകനായി കണ്ടിരുന്ന ഒരു കാലഘട്ടം, ഒരു നാട്ടുകാർ, വളർത്തുമകൻ കെട്ടിയ പെണ്ണിനെ മകളായി കണ്ടിരുന്ന മാതാപിതാക്കൾ, അവരുടെ അവകാശങ്ങൾ, മക്കൾക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ അവകാശങ്ങളും വളർത്തുമക്കൾക്ക് ലഭിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വളർത്തുമകന്റെ ഭാര്യയെ വരേക്കും പിടിച്ചെടുത്തിട്ട് ഓട്ടക്കാലണിയായി അവസാനിപ്പിച്ച ഈ പ്രവാചകൻ ലോക ജനതയ്ക്കു മുഴുവനും, അവസാനം വരെ നിലനിൽക്കുന്ന ജനങ്ങൾക്ക് മുഴുവനും മാതൃകയാണ്. ഹസന, പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്നും ലോക അവസാനം വരെ വരുന്ന ജനങ്ങൾ ഇദ്ദേഹത്തെ പിന്തുടരൽ നിർബന്ധമാണ് എന്നും പറയുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മുഹമ്മദ് നബി ഒരു അനുകരണീയനായ മാതൃകാ പുരുഷനൊന്നുമല്ല. അതൊക്കെ അങ്ങനെ പ്രചരിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഒരു സാമൂഹിക പരിഷ്കർത്താവ്, അല്ലെങ്കിൽ അന്ന് നടമാടിയിരുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം എതിർത്തു. തൻ്റേതായ പുതിയ ചില ആശയം കൊണ്ടുവന്നു, തനിക്ക് ശരിയാണ് എന്ന് തോന്നിയത്. പിന്നെ അതേസമയം ചില ആളുകൾക്ക് ഈ ലൈംഗിക ശേഷിയൊക്കെ കുറച്ച് അബ്നോർമലായിരിക്കും. എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. ഈ ലൈംഗികശേഷി കുറഞ്ഞവരുണ്ട്, കൂടുതലുണ്ട്. ലൈംഗികശേഷി കുറഞ്ഞവരുണ്ട്, കൂടുതലുണ്ട്. അബ്നോർമലായവർ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ചില വ്യക്തിപരമായ പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ കല്യാണം കൂടുതൽ കഴിച്ചതും. ഇനി ഒരു പ്രത്യേക സ്ത്രീയിൽ ഇഷ്ടം തോന്നിയപ്പോൾ എങ്ങനെയെങ്കിലും അവളെ വശത്താക്കണമെന്ന് ഉദ്ദേശിച്ച് പിന്നെ ചില സൂത്രങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ പല മനുഷ്യർക്കും ഉണ്ടാകുന്ന വീക്ക്നെസ്സസ്, ദൗർബല്യങ്ങളാണ്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട മാതൃകാപുരുഷനല്ല എന്ന് തീരുമാനിച്ചാൽ മതി. നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട. പാവം മനുഷ്യൻ ജീവിച്ചു മരിച്ചു പോയി. ഓക്കെ, പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങി നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് തെറ്റുകാർ. അവർ നമ്മളെ കൊണ്ട് ഇദ്ദേഹത്തെ വിമർശിക്കാനും ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും കാരണമാക്കുന്നു. അതവർ നിർത്തണം. ഓക്കെ, നമ്മുടെ ഇക്കാലത്തെ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരിൽ നല്ലൊരു ശതമാനം ആളുകൾ വിശ്വാസമില്ലാത്തവരാണ്. എന്നോട് തന്നെ പലരും പരോക്ഷമായിട്ടെങ്കിലും സമ്മതിച്ചിട്ടുണ്ട് അവർ ഈ പ്രസംഗിച്ചുകൊണ്ട് കിടക്കുന്ന കാര്യം അടിസ്ഥാനരഹിതമാണെന്ന്. പക്ഷെ അവർക്ക് പരസ്യമായിട്ട് സമ്മതിക്കാനോ പറയാനോ ഒന്നും സാധ്യമല്ലാത്ത ചില ബന്ധങ്ങളിലും ബന്ധനങ്ങളിലുമാണ് അവർ. ഇസ്ലാമിക പ്രമാണങ്ങൾ, അതായത് ഖുർആൻ, ഹദീസ്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കണ്ടെയ്നറുകളിൽ എടുത്തു വെച്ചാലും തീരാത്ത ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇന്ന് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് ജീവിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമാണോ? ഞാൻ ഉദ്ദേശിച്ചത്, ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ ഉറ്റമിത്രമായി സ്വീകരിക്കണമെങ്കിൽ അവരിൽ നിന്നും ഇസ്ലാം മാറി നിൽക്കണം. ഖുർആൻ പടിയിറങ്ങണം, ഹദീസിനെ അവൻ പാടെ ഒഴിവാക്കണം, തള്ളിക്കളയണം. അപ്പോ നബിയുടെ ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെ. പിന്നെ അന്യമതസ്ഥന്റെ കഴുത്ത് വെട്ടാൻ പറയുന്ന, യുദ്ധം ചെയ്യാൻ പറയുന്ന, കൊള്ളയടിക്കാൻ പറയുന്ന, പെണ്ണ് കെട്ടാൻ പറയുന്ന, അടിമകളെ എത്ര വേണമെങ്കിലും ഭോഗിച്ചോ വേണമെങ്കിൽ വിറ്റോ, അങ്ങനെയൊക്കെ പറയുന്ന ഇത്തരത്തിലൊരു ഗ്രന്ഥം എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നത്? ഇത് പ്രയോഗതലത്തിൽ കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കി ജീവിക്കാൻ എങ്ങനെ സാധിക്കും ഒരു മുസ്ലിമിന്?
അതോടൊപ്പം തന്നെ ചെറിയൊരു വിഭാഗം ആളുകൾ ആത്മാർത്ഥതയുള്ളവരാണ്, നിഷ്കളങ്കരാണ്, അവർ ശരിയായ വിശ്വാസമുള്ളവരാണ്, അവർ ആരാധനയിലും സൽക്കർമ്മങ്ങളിലും ഒക്കെ കഴിയുന്നത്ര മുഴുകി ശാന്തരായി ജീവിക്കുന്നു. അതുപോലെ തീവ്ര മനസ്ഥിതിയില്ല, ശാന്ത സ്വഭാവക്കാരാണ്, സമാധാനപ്രേമികളാണ്. അത്തരം കുറച്ച് ആളുകളുണ്ട്. പിന്നെ ബാക്കി ഭൂരിപക്ഷം പേരും ഈ ഒരു നമ്മളുടെ സ്വാർത്ഥമതികളാണ്. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ ഇസ്ലാം ഒരു കച്ചവടമാണ്, ഒരു രാഷ്ട്രീയമാണ്. അതിൽ നിന്നൊക്കെ പലതും നേടാനുള്ളത് കൊണ്ടാണ് ആളുകൾ ഇതുവഴി നടക്കുന്നത്, പ്രത്യേകിച്ച് പ്രചാരകരും പണ്ഡിതന്മാരും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സാധാരണക്കാർ അല്ല, ഇവരെ പിൻപറ്റി നടക്കുന്ന വിശ്വാസികൾ ഈ കാര്യം മനസ്സിലാക്കുകയും അവരെ അന്ധമായി അനുകരിക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്യണം. നമുക്ക് സ്വന്തമായിട്ട് ഒരു ചിന്താശേഷിയും അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കണം. ഇവരുടെ വാചാട്ടോപ്പയിൽ പെട്ടുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അബുൽ അലാവുൽ മാരിയെ ഒരിക്കൽ കൂടി കോട്ട് ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അന്നാസു സിൻഫാനി ദൂ അഖിലിൻ ബില ദീനിൻ വാഹറു ദയ്യനുൻ ലാ അഖിലല. മനുഷ്യർ രണ്ട് തരമാണ്. ഒന്ന് ദൂ അഖിലിൻ ബിലാ ദീനിൻ, മതമില്ലാത്ത, മതവിശ്വാസം ഇല്ലാത്ത ബുദ്ധിമാന്മാർ, ബുദ്ധിയുള്ളവർ. വാഹറു ദയ്യനുൻ ലാ അഖിലല, മറ്റേത് ബുദ്ധിയില്ലാത്ത വിശ്വാസികൾ, മതവിശ്വാസികൾ. ഇത് ഓരോരുത്തരും മനസ്സിലാക്കുക. പണ്ഡിതന്മാരുടെ പിന്നാലെ അടക്കുക, അവരുടെ പ്രസംഗങ്ങൾ, അവർ വലിയ ദിവ്യന്മാരാണ്, മഹാന്മാരാണ് എന്ന് തന്നെ അവരുടെ കർണമധുരമായ പ്രസംഗങ്ങളും കേട്ട്, അല്ലെങ്കിൽ അവരുടെ ലേഖനങ്ങളും വായിച്ച് അവരെ പിൻപറ്റുന്നതിൽ നിന്ന് അല്പം ശ്രദ്ധിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത്. കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത്ര സ്വാതന്ത്ര്യം മറ്റൊരു മതങ്ങളും നൽകുന്നില്ല എന്നിവർ പരക്കെ പറയാറുണ്ട്. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം താങ്കളുടെ അറിവിൽപ്പെട്ടത് ഒന്ന് പറഞ്ഞാലും. സംശയമല്ല, ഇസ്ലാം സ്ത്രീയെ പരിഗണിക്കുന്നത് ഒരു ഭോഗവസ്തുവായിട്ട് തന്നെയാണ്. പുരുഷൻ്റെ കീഴിലുള്ള ഏതാണ്ട് ഒരു അനുസരിച്ച് ജീവിക്കേണ്ട ഒരു അടിമ പോലെ ആണ് വാസ്തവത്തിൽ സ്ത്രീയെ ഇസ്ലാം കരുതുന്നത്. പക്ഷേ അതിന് അപവാദമുണ്ട്. വലിയ സമ്പന്ന കുടുംബങ്ങളിൽ ഉള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ മറ്റൊരു ഉന്നത നിലവാരത്തിലെത്തിയ ആളുകൾ, അത്തരം സ്ത്രീകളൊക്കെ പല സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ വളരെ അധികാരത്തോടുകൂടിയും സ്വാതന്ത്ര്യത്തോടുകൂടിയും ജീവിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്കിവിടെ പ്രത്യേകം പരിഗണിക്കേണ്ടതില്ല. അത് മൊത്തത്തിൽ എന്താണ്, മൊത്തം ഇസ്ലാമിക സമൂഹത്തിൽ എന്താണ് സ്ത്രീകളുടെ സ്ഥിതി? പോക്കാണ്. അവരെ ഭോഗവസ്തുവായിട്ട് തന്നെയാണ് കരുതുന്നത്. പക്ഷേ പ്രചരണം അങ്ങനെയല്ല. സ്ത്രീകളെ ഇപ്പോൾ പർദ്ദയിൽ മൂടിക്കിടക്കുന്ന സ്ത്രീകളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കും. ഞങ്ങൾക്കിത് വളരെ സുഖകരമായ വസ്ത്രമാണ്, പർദ്ദയ്ക്ക് അങ്ങനെ ഗുണമുണ്ട്, ഇങ്ങനെ ഗുണമുണ്ട്. അതുപോലെ ഒന്നിലധികം ഭാര്യമാർ ഉണ്ട്. എൻ്റെ ഭർത്താവ് എന്നോട് ഞങ്ങൾ വളരെ തുല്യരായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കുന്നത്, വളരെ ഇഷ്ടമാണ് ഞങ്ങൾക്കെല്ലാം അവരോടും എല്ലാം. അതുപോലെ ഒന്നിലധികം ഭാര്യമാരുള്ള ഭർത്താവാണെങ്കിൽ ഈ ഭാര്യമാരൊക്കെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കും, അവർക്ക് കൂടുതൽ കൂലി. ഇങ്ങനെ
ഇവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയാണ്. എങ്ങനെ പണ്ട് ഈ അടിമത്തം ഈ നിലനിന്ന കാലത്ത് നമ്മളുടെ ഹരിജനങ്ങളെ കൊണ്ട് ചില സ്വാധീനമുള്ള ആളുകൾ അവരെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. ഞങ്ങൾ തമ്പ്രാനോടൊരു അടി കിട്ടിയാൽ ഞങ്ങൾക്കത് സന്തോഷമാണ്, വേറെ ആരും ഇതിൽ ഇടപെടേണ്ടതില്ല, ഞങ്ങൾ തമ്പ്രാനാണ്, ഞങ്ങൾ പോറ്റിപ്പളർത്തുന്ന ആളല്ലേ. ഇതേ രീതിയിൽ ഈ മുസ്ലിം സ്ത്രീകളെ ഇറക്കിയിട്ട് അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയാണ്. അത് ഒരു ഇപ്പോൾ ഈ തട്ടിപ്പ് പ്രചാരണത്തിൻ്റെ ഒരു രീതിയാണ്. അത് പോട്ടെ, അത് അവരങ്ങനെ നടത്തട്ടെ. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് മോചനം വേണമെങ്കിൽ ഇസ്ലാമിൽ ഇരുന്നുകൊണ്ട് സ്ത്രീകൾക്കൊരു മോചനം കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ കപട ഇസ്ലാമായിരിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഹമീദ് സാറിന്റെ വിലപ്പെട്ട അറിവും സമയവും നമ്മൾക്കു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിനും നമ്മളുമായി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പങ്കിട്ടതിനും അദ്ദേഹത്തിന് നൽകാം ഒരു നന്ദി. മറ്റൊന്നും നമ്മളെ കൊണ്ട് നൽകാനില്ല. ഇത്തരത്തിൽ അറിവും വിവേകവും വിദ്യാഭ്യാസവുമുള്ള ആൾക്കാർ, യുക്തിബോധവും ധാർമ്മികതയും സാമൂഹ്യ ബോധവും ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ എല്ലാ മതങ്ങളിൽ നിന്നും. എന്റെ മതത്തെ മാത്രം ഞാൻ വിമർശിക്കുമ്പോൾ മറ്റു മതങ്ങളൊന്നും ശരിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ശരിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഞാൻ എന്റെ കുടുംബത്തെയാണ് ആദ്യം നന്നാക്കാൻ ശ്രമിക്കുന്നത്. എനിക്കൊരു നന്മ കിട്ടിയാൽ അത് ആദ്യം എന്റെ കുടുംബത്തിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം എന്റെ കുടുംബമാണ്. എന്റെ മാതാപിതാക്കളും മക്കളും ഭർത്താവും സഹോദരങ്ങളും ഒക്കെ ജീവിക്കുന്ന, ഞാൻ ജനിച്ചു വളർന്ന എന്റെ മതത്തിന്റെ ന്യൂനതകളെ ഞാൻ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ മറ്റു മതങ്ങളെല്ലാം ശരിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. മറ്റൊരു മതം വിട്ട വ്യക്തിയുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.